ആ ഖുർആനിനെ കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അതുമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട ബന്ധത്തെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അഖൂന അബൂ സയ്യിദ് ആസിം ഹഫിദഹുല്ലാഹ്. അതുപോലെ തന്നെ അഖൂന അൽ മിഫ്ദാൽ അബു ഉസൈർ ഫർഹാൻ ഹഫിദഹുല്ലയും കുറച്ചധികം വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട നാം ഓരോരുത്തരും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ജസാഉല്ലാഹു ഖൈറൻ ഔ ജസാഹുമുല്ലാഹു ഖൈറ. ഇതൊക്കെ ഇത്രയും വലിയ ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷം സത്യത്തിൽ ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് കേട്ടിരുന്ന എനിക്ക് സ്വന്തം അവസ്ഥ ഒന്ന് വിലയിരുത്തുവാൻ അത് ഒരുപാട് സഹായിച്ചു എന്നുള്ളതിലുപരി ഇനി അതിനെ തൊട്ട് കുറച്ചുറ്റാലോചിക്കുകയും അതെല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു പാഠമായി എടുത്ത്, ഒരു ദർസായി എടുത്ത്, അല്ലെങ്കിൽ ഒരു തസ്കീറായി എടുത്ത്, ഒരു ഓർമ്മപ്പെടുത്തലായി എടുത്തുകൊണ്ട് അതിനെ തൊട്ട് അമൽ ചെയ്യുവാനായിട്ട് സംസാരിക്കുന്നവൻ നിങ്ങളെപ്പോലെ തന്നെ, കേട്ടിരിക്കുന്നവനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും അധികം ആവശ്യക്കാരനാണ്. അല്ലാഹു മുസ്തആൻ. പക്ഷെ എങ്കിലും ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കരുതും കുറച്ചു പേരൊക്കെ നിർബന്ധിച്ചതിന്റെ പേരിലാണ്. അല്ല, എങ്കിലും ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു സംസാരത്തിലൂടെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഉത്തമമായ ഒരു പ്രതിഫലം ഉണ്ടാകട്ടെ എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. നിങ്ങളോട് പലപ്പോഴായും നമ്മളിൽ പലരും ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ആവശ്യക്കാരാകുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ എത്രമാത്രം ഇൽമുള്ളവരോട് ആവശ്യക്കാരാണ്, ഇൽമിനോട് ആവശ്യക്കാരാണ്. നിങ്ങൾക്ക് ഓരോന്നും ദീനിന്റെ ഓരോ വിഷയങ്ങളും ഒന്നൊന്നായി പഠിപ്പിച്ചു തരുന്നതിനോട് നിങ്ങൾ ആവശ്യക്കാരാണ് എന്ന് തുടങ്ങിയ വിഷയങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ ഒരു വശം കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരുവാൻ ഞങ്ങളും ആവശ്യക്കാരാണ്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ പഠിപ്പിക്കുക? നിങ്ങളുടെ ഈ ഹിർസില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം ഓരോ പാഠത്തിലും മുന്നോട്ട് പോവുക? നിങ്ങളത് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ പ്രതിഫലങ്ങൾ, അതായത് മുതഅദ്ദിനായിട്ടുള്ള പ്രതിഫലങ്ങൾ നമുക്ക് വന്നെത്തുക? മുതഅദ്ദിൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് കടന്നു പോകുന്നതാണ്. അമലുകൾ 2-3 തരമാണ്. അഥവാ 2 തരമായിട്ടുള്ള മക്കൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലാസിം, ഒന്ന് മുതഅദ്ദിൻ. അതായത് ഇതിൽ പോലെ നമ്മൾ സർഫിലെല്ലാം പേലകളുടെ കാര്യത്തിൽ പഠിക്കുന്നത് പോലെ തന്നെ. അപ്പോ ഒരുവൻ സ്വന്തത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് അത് അവന്റെ സ്വന്തത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. സ്വന്തത്തിന് വേണ്ടി നോമ്പ് നോക്കുക എന്നുള്ളത് അതും അവന്റെ സ്വന്തത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ഒരു അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതെന്താണ്? അത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തുകയാണ്. നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാലോ അങ്ങനെ അതൊരു സിൽസിലയായി പോകുന്ന ഒന്നാണ്. ഒരു ചെങ്ങലയായി ഒന്നൊന്നായി കൂടിച്ചേർന്ന് പോകുന്ന ഒന്നാണ്. അത് എത്രമാത്രം എത്തുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം ഈ തുടങ്ങി വെച്ച ആൾക്ക്, അഥവാ അത് കൊടുത്ത ആൾക്ക് ലഭിക്കുന്നതാണ്. പല ഹദീസുകളിലും നമുക്ക് സ്ഥിരപ്പെട്ടുള്ളത് പോലെ ആരാണ് ഒരു ഹൈറിലേക്ക് നയിച്ചത് അവന് ആ ഹൈർ പ്രവർത്തിച്ചവന്റെ കുറച്ച് പ്രതിഫലമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും പഠിപ്പിക്കുന്നവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന് നിങ്ങളെപ്പോലെ തന്നെ, അഥവാ നമ്മളും ഇതിന് അങ്ങേയറ്റം ആവശ്യക്കാരാണ്. അപ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം ആവശ്യക്കാരായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനാണ്, അതിന് അവൻ മറ്റൊരാളെ കൊണ്ടുവരുമെന്നുള്ളതാണ്, അതിന് അവൻ മറ്റുള്ള ഒരാളെ ഏർപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് മുന്നിടുന്നു എന്നുള്ളത് പോലെ തന്നെ നിങ്ങളും മുന്നിടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഇന്നൽ ഖൈറ ലാ യഅതി ഇല്ലാ ബിൽ ഖൈർ. നന്മ നന്മയെ മാത്രമാണ് കൊണ്ടുവരികയുള്ളൂ. അതിന്റെ മഫ്ഹൂം എന്താണ്? നന്മയിൽ നിന്നല്ലാതെ നന്മ വരികയില്ല. അപ്പോൾ തീർച്ചയായും ഈ തിളങ്ങി നിൽക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ, പ്രകാശിക്കപ്പെട്ടിട്ടുള്ള ഈ മുഖങ്ങൾ കാണുമ്പോൾ അങ്ങേയറ്റം സന്തോഷമാണ് എനിക്കുണ്ടാകുന്നത്. ഫോണിലൂടെ പഠിപ്പിച്ചപ്പോഴും നമ്മൾ തമ്മിൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു. കാരണം ബന്ധങ്ങളെല്ലാം അതിന്റെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള അടുപ്പമാണ്. അതിന്റെ ഫറു ആയിക്കൊണ്ട് അബൂ സയ്യിദ് പറയുന്നത് പോലെ ശാഖകളായിക്കൊണ്ട് വരുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് മറ്റു ബന്ധങ്ങളെല്ലാം. എന്തിന്? അദ്ദേഹം സംസാരിച്ച ഏറ്റവും അടുത്ത ഒരു ബന്ധമായിട്ടുള്ള ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ അടക്കം. ഇതെത്രത്തോളം ഒരുവൻ അവന്റെ റബ്ബിന്റെ മാർഗത്തിലാക്കി തീർക്കുന്നുവോ, എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാകുന്നു, അവന്റെ സബീലിൽ, അവന്റെ മാർഗത്തിലാകുന്നുവോ, അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാകുന്നുവോ, അത്രമാത്രം അവന്റെ ജീവിതം മുബാറക്കായി തീരുന്നതാണ്, ബറക്കത്തുള്ളതായി തീരുന്നതാണ്. അത്രമാത്രം അവന്റെ ആഖിറത്ത്, അവിടെ അങ്ങേയറ്റത്തെ പ്രതിഫലങ്ങൾ അതിനനുസരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ബന്ധങ്ങൾ അതിന്റെ അടിസ്ഥാനം അള്ളാഹു ആയിട്ടുള്ള ബന്ധമാണ്. അല്ലാതെ നമ്മൾ ഒരുപാടായിക്കൊണ്ട് ജനങ്ങളായിട്ട് ബന്ധങ്ങൾ വെച്ച് പുലർത്തുക, ഒരുപാട് സംസാരിക്കുക, എന്തൊക്കെയോ കുറെ ചെയ്തു കൂട്ടുക, പരസ്പരം തൃപ്തിപ്പെടുത്തുക, ഇതൊന്നുമല്ല. ഇതൊക്കെ വരും ഏതിന്റെ ശാഖയായിക്കൊണ്ട്? അള്ളാഹുവിനോടുള്ള ബന്ധത്തിന്റെ ആ ഏറ്റവും ഉത്തമമായ ബന്ധം,
ഏറ്റവും അധികം നാം ശരിപ്പെടുത്തുവാനായി നാം ഓരോരുത്തരും ആവശ്യക്കാരായിട്ടുള്ള ആ തരത്തിലുള്ള ആ ഒരു ബന്ധം നാം ബലപ്പെടുത്തുന്നതിന് അടിസ്ഥാനത്തിൽ ആ മാർഗത്തിലാണെങ്കിൽ ഈ പറഞ്ഞത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. അതല്ലെങ്കിലോ ശിർക്കിലേക്ക് വരെ പോയേക്കാം. അവന്റെ ഉദ്ദേശം മാറിക്കഴിഞ്ഞാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാനാണ് നാം സംസാരിക്കുന്നതെങ്കിൽ, ജനങ്ങളുടെ പുകഴ്ച്ചൽ അഥവാ അവരുടെ പ്രീതി എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അത് റിയായിലേക്കും സുബായിലേക്കും പോകുന്നതാണ്. അലൈസ കദാലിക്? അങ്ങനെയല്ലേ സഹോദരൻ? ഇതെല്ലാമാണല്ലോ നാം പഠിക്കുന്നത്. അത് തന്നെ നമുക്കറിയാം. പല അറിവുകളും നാം പഠിക്കുന്ന പല അറിവുകളും ചെന്ന് അവസാനിക്കുന്ന ഇവിടെ തന്നെയാണ് ഈ തൗഹീദ് എന്നുള്ള അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിന്റെ ആ അസ്ലാണ്. ത്വയ്യിബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും അധികം കാര്യങ്ങൾ പറയപ്പെട്ട ശേഷവും ഞാൻ ചിലത് പറയുന്നത്, ഈ 2 ദിവസം കഴിയുമ്പോൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇനി പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരുവാൻ സാധിക്കുമോ? അതിനു മുമ്പായിക്കൊണ്ട് സ്വന്തത്തെ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. മനുഷ്യന്റെ കാര്യം അതാണ്. നമുക്ക് എപ്പോഴാണ് മരണം വന്നെത്തുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിവുകളിൽപ്പെട്ടതാണ്, ഉലൂമുൽ ഗൈബിൽപ്പെട്ടതാണ്, മറഞ്ഞിരിക്കുന്ന അറിവുകൾപ്പെട്ടതാണ്. ഈ അയ്യാർദിൻ തമൂത്ത് എന്നുള്ളത്, നീ ഏത് ഭൂമിയിലാണ് മരിക്കുക എന്ന് നിനക്ക് അറിയില്ല. ഇനി ഭൂമിയിലാണോ ആകാശത്ത് വെച്ചാണോ അഥവാ ഈ പറഞ്ഞ ഫ്ലൈറ്റിലോ വെച്ചോ ആണോ എന്നും നിനക്കറിയില്ല. ഒന്നും നിനക്കറിയുകയില്ല. അത്ര മാത്രമേ ഉള്ളൂ മനുഷ്യൻ. അത്ര ചെറുതാണ്, അത്ര വൈവായിട്ടുള്ള ന്യൂനത അടങ്ങിയിട്ടുള്ള ഒരുവനാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നാം ഓരോരുത്തരും എത്രമാത്രം മനസ്സിലാക്കുന്നുവോ, നമ്മുടെ കുറവുകൾ പോരായ്മകൾ എത്രമാത്രം മനസ്സിലാക്കുന്നുവോ അതിലാണ് വിജയം. അതിൽ നിന്ന് തന്നെയാണ് അതിന്റെ ശാഖയായിക്കൊണ്ട് മറ്റുള്ളവരുടെ പോരായ്മ നമുക്ക് തിരുത്തുവാൻ സാധിക്കുക. അല്ലാതെ ഒരുവൻ സ്വന്തം പോരായ്മകൾ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ പോരായ്മകൾ തിരുത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, എന്തുകൊണ്ടാണ് നീ പ്രവർത്തിക്കാത്തത് പറയുന്നത് എന്നുള്ള ആ ഒരു കൂട്ടർ അവരിൽപ്പെട്ടേക്കാം. അതുമല്ലെങ്കിൽ അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും എന്നിട്ട് സ്വന്തത്തെ മറക്കുകയും ചെയ്യുകയോ എന്നുള്ള ഭാവിൽ നാം പെട്ടേക്കാം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഹു അൻഫുസകും എന്നാണ് ആദ്യം പറഞ്ഞത്. വഅഹ്ലികും നാറ, സ്വന്തത്തെയും അഹ്ലുവാരെയും നമ്മുടെ കുടുംബങ്ങളെയും, അതിൽ അഖുന അബൂസർ പറഞ്ഞതുപോലെ ഭാര്യയും അവരെ കൂടാതെയുള്ള നമ്മുടെ ബന്ധുക്കൾ പലരും പെട്ടു, നാം രക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ഒരു മുദർരിസിന്, പഠിപ്പിക്കുന്ന ഒരാൾക്ക്, ഒരു താലിബുമായി ഉണ്ടാകേണ്ട പല അദബുകളുണ്ട്. പലപ്പോഴും നാം നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ ആവശ്യക്കാരായതുകൊണ്ട് തന്നെ അറിയിച്ചു തരുന്നത് തുല്ലാബിന്റെ ആദാബുകളെ കുറിച്ചിട്ടാണ്. നാം ഏവരും തുല്ലാബുകളാണ് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് തന്നെ നാം ഏവരും ഒരാൾ മറ്റൊരാൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവൻ മുജറദ് തികച്ചും ഒരു മുദർരിസ് ആവുകയും അവർ തുല്ലാബാവുകയും അല്ല, മറിച്ച് ഈ മുദർരിസ് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നുണ്ടാവും എന്നുള്ളതിലുപരി അവന്റെ തുല്ലാബുകളിൽ നിന്ന് പഠിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. തദ്കിറത്തു അസ്സാമിഅ വൽ മുതകല്ലിം ഫി ആദാബി അൽ ആലിം വൽ മുതഅല്ലിം എന്നുള്ള ഒരു കിതാബുണ്ട്. ആ കിതാബിന് ഈ ഉള്ളവനും അതുപോലെ തന്നെ നിങ്ങളും അങ്ങേയറ്റം ആവശ്യക്കാരാണ്. അതിൽ തഖ്ദീം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ആലിമിന്റെ, അല്ലെങ്കിൽ സംസാരിക്കുന്ന, നമ്മൾ ഒരിക്കലും ആലിം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തല്ല, നാം ആരും അങ്ങനത്തെ അവസ്ഥയിലാണെന്ന് പരിഗണിച്ചുകൊണ്ടല്ല, മറിച്ച് ഇൽമു പറഞ്ഞു തരുന്ന ഒരുവൻ എന്നുള്ള ആ അടിസ്ഥാനത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ പറയുകയാണ്. ആ ഒരു വശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് അദബുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം, ചിലപ്പോൾ വളരെ ചെറിയൊരു സമയമായിരിക്കാം, 1 മാസമെങ്കിൽ 1 മാസം, ആ 1 മാസം നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പല ആദാബുകളിലും ഒരുപക്ഷെ ഈ ഉള്ളവര് കുറച്ചിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു പൊരുത്തപ്പെടൽ ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു തക്സീർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കുക എന്നുള്ളത് പറയുവാനും, എന്നാൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉത്തമമായ രീതിയിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അമലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹോദരൻ അബൂസർ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ഇൽമും അമലും എന്നുള്ളത് എങ്ങനെയാണ്? ബഅ്ദുഹാ യസ്തൽസിമു ബഅ്ദൻ എന്നുള്ള നിലക്കാണ്. അതിൽ ചിലത് മറ്റു ചിലതിനെ നിർബന്ധമാക്കുന്ന തരത്തിലുള്ളതാണ്. അതായത് ഇൽമ അമലിനെ നിർബന്ധമാക്കുന്നു, അമല് ഇൽമിനെ നിർബന്ധമാക്കുന്നു. അതായത് ഇൽമില്ലാതെ അമൽ ചെയ്യാൻ സാധിക്കുകയില്ല, ഇൽമില്ലാതെ അമൽ ചെയ്യാൻ സാധിക്കുകയില്ല, അമൽ ഇല്ലെങ്കിൽ ഇൽമു കൊണ്ട് കാര്യവുമില്ല. അപ്പോ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധമാക്കുന്ന, പരസ്പരം നിർബന്ധമാക്കുന്ന തരത്തിലുള്ളതാണ്. നിങ്ങൾ 3-4 ആൾക്കാർ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സംശയം വരുമ്പോൾ ചോദിക്കുകയും തൻബീഹാത്ത് ആവശ്യമുള്ളപ്പോൾ തരികയൊക്കെ ചെയ്യായിരുന്നു. നല്ല പരിപാടിയായിട്ട് ലാസിം ഉണ്ട്, അൽഹംദുലില്ലാ. ലാസിം ഇസ്മിഹി മുലാസിം. അതുകൊണ്ട് നാമത്തെ പോലെ തന്നെ അടുത്തുണ്ട് മുലാസിമാണ്. അപ്പോൾ ബാറക്കല്ലാഹു ഫീക്കും അങ്ങനെയുള്ള പല അദബുകളിലും നാം ഒരുപക്ഷെ പോരായ്മ വരുത്തിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ സദസ്സിൽ മറ്റുള്ള മുദർരിസീങ്ങളിരിക്കെ അവർക്കും എന്റെ സ്വന്തത്തിനും അവർക്കും ഒരുപക്ഷെ ഇതൊരു ഗുണമായേക്കാം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഒരു മുദർരിസിന്റെ ആദാബുകളിൽപ്പെട്ടതാണ്, അവന്റെ മര്യാദകളിൽപ്പെട്ടതാണ്, അവൻ സ്വന്തത്തിനു വേണ്ടി ഇഷ്ടപ്പെടുന്നത് തന്റെ താലിബ്
തുല്ലാബുകൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതായത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തത്തിനോട് എപ്രകാരം ഒരു കാര്യം കൈകാര്യം ചെയ്യപ്പെടുവാനായി ഇഷ്ടപ്പെടുന്നുവോ ആ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളോട് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരുവരും വിശ്വസിക്കുന്നതല്ല, അതായത് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നതല്ല. അങ്ങനെയല്ലാതെ ഏതുവരേക്കും, ഹത്താ നമ്മള് എടുത്തിട്ടുണ്ട് അവസാനം മുറാജ ചെയ്യുക. ഹത്താ യുഹിബ്ബ ലിഅഖീഹി, നിന്റെ സഹോദരന് വേണ്ടി, അവന്റെ സഹോദരന് വേണ്ടി, മാ യുഹിബ്ബു ലിനഫ്സിഹി, അവന്റെ സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം അവൻ ഇഷ്ടപ്പെടുന്നവരെ. അപ്പോൾ ഇത് മുദർരിസീങ്ങൾക്കടക്കം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒന്നാണ്, ഒരു താലിബ് അവന്റെ മുദർരിസിനോട് എളിമ കാണിക്കുന്നത് പോലെ, വിനയം കാണിക്കുന്നത് പോലെ ഒരു മുദർരിസും അവന്റെ താലിബിനോട് വിനയം കാണിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ വിനയം എന്ന് പറയുന്നത് നിങ്ങൾ കരുതരുത് മുജറദ് ഞാൻ ഭയങ്കര എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രേ ഉള്ളൂ, അത് ആ പറച്ചിലുകൾ മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു നിൽപ്പ്, നമ്മുടെ ആ ഒരു ചുരുക്കം, അതൊന്നുമല്ല. അതിനേക്കാൾ ഉപരി വിനയം എന്നുള്ളത് ഉദാഹരണത്തിന് നസീഹത്തുകൾ നൽകപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നത്, അത് സ്വീകരിക്കാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. അതുപോലുള്ള സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പല അദബുകളും നമുക്കറിയാം. ശ്രേഷ്ഠരായ എത്രയോ അധികം സഹാബിമാർ അവരെക്കാൾ താഴെയുള്ള, ഒരു പക്ഷെ പ്രായത്തെ കൊണ്ടും മറ്റു പല വിഷയങ്ങളെ കൊണ്ടും അവരെക്കാൾ കീഴിലുള്ള പലരിൽ നിന്നും അറിവുകൾ ശേഖരിച്ചതായി നമുക്ക് കാണാം. കാരണം എന്താണ്? അവർ മുതവാദിഊനായിരുന്നു. അങ്ങനെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീ നിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുത്തുകൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖിൽ ഏറ്റവും ഉത്തമനായവനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി കൊണ്ട് പഠിപ്പിച്ച ഖുത്ബത്തുൽ ഹാജയിൽ എന്തു പറഞ്ഞു? അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഒരു അടിമ മാത്രമാണ് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് ആ കാര്യം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു കാര്യം എന്താണ്? അതിൽ അദ്ദേഹത്തിന്റെ തവാദു അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കഴുതയ്ക്ക് മേൽ സഞ്ചരിച്ചിരുന്നപ്പോൾ അവർ പഠിപ്പിച്ചു തന്നു, അതിൽ അദ്ദേഹത്തിന്റെ തവാദു അടങ്ങിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പോലെ അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്തിരുന്ന അങ്ങേയറ്റം ശ്രേഷ്ഠരായ സഹാബിമാർ, അവരോടുള്ള ഭാര്യമാരോടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ സ്ത്രീകളിൽ നിന്ന് സാധാരണഗതിയിൽ വന്നു പോകാവുന്ന ചെറിയ രീതിയിലുള്ള രോക്ഷങ്ങളുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോൾ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രതികാരത്തിൽ നിന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, അദ്ദേഹത്തിന്റെ തവാദു അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തവാദുവിന് ഒരു താലിബ് ആവശ്യക്കാരനാകുന്നത് പോലെ തന്നെ ഒരു മുദർരിസ് അങ്ങേയറ്റം ആവശ്യക്കാരനാണ്. അതുപോലെ തന്നെ തന്റെ താലിബിൽ നിന്നൊരു ഫായിദ ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുവാൻ ഈ മുദർരിസിന് അങ്ങേയറ്റം ഹിർസ് വേണം. ഏതുപോലെ ഒരു താലിബ് ഒരു മുദർരിസിൽ നിന്ന് പഠിക്കുവാനായി കാണിക്കുന്ന ആ ഉത്സാഹം പോലെ, ആ ഒരു ഹിർസ് പോലെ തന്നെ അറബി പദങ്ങൾ ഒരുപക്ഷെ ഒരുപാടായിക്കൊണ്ട് പറഞ്ഞു പോവുകയും വിവർത്തനം ചെയ്യാതെ പോവുകയും ചെയ്തേക്കാം. അപ്പോൾ തന്നെ ചോദിക്കുക ബാറക്കല്ലാഹു ഫീക്കും. തയ്യിബ്, ഇതെല്ലാം ഈ കുറവുകളിലേക്ക് മടങ്ങുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല അദബുകൾ ഒരു താലിബിന് വേണ്ടി, താൻ ഒരു താലിബിനെ പഠിപ്പിക്കുമ്പോൾ അവന്റെ അവസ്ഥകളെ കുറിച്ച് അന്വേഷിക്കുക. മുജറദ് വെറുതെ ദർസെടുത്ത് പോവുക എന്നുള്ളതല്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ ജമിഅന അവരെല്ലാവരും കൂടുതലും ഇക്കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണ്. പ്രത്യേകിച്ച് അഖ്വന അബൂസർ എനിക്കറിയാം, എനിക്ക് അത്രയധികം ബന്ധമുള്ളത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ് അവനെ ഞാൻ കണ്ട ദിവസം, അവനെ എന്നല്ല അദ്ദേഹം എന്നാണ് നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ശരിയായ വാക്ക്, പക്ഷെ എങ്കിൽ കൂടി അടുപ്പം കൊണ്ട് വന്നു പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അഥവാ ആ ഒരു ശൈലിയിൽ പലപ്പോഴായും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഓരോരുത്തരുടെയും അവസ്ഥകളെ കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുവാൻ അധികമായിക്കൊണ്ട് സമയം നൽകുകയും അതിന് മൂപ്പരുടെ തന്നെ എത്രയോ അധികം സമയം എടുത്തുകൊണ്ട് അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുവാനും അത് മനസ്സിലാക്കി കൊടുക്കുക, അത് മനസ്സിലായി എന്ന് ഉറപ്പുവരുന്നവരേക്കും കൂടെ ഇരിക്കുവാനും എല്ലാം അദ്ദേഹം അൽഹംദുലില്ലാഹ് മനസ്സ് കാണിച്ചു. ഇതെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖാണ്. നമ്മുടെ സഹോദരൻ ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ നന്മയായി മനസ്സിലാക്കുവാനും അതുപോലുള്ള ആ നന്മ അവന് നിലനിർത്തി കൊടുക്കുവാൻ അള്ളാഹുവിനോട് ചോദിക്കുവാനും അതുപോലെ ആ നന്മ പോലത്തതും അതിനേക്കാൾ അധികമായിട്ടുള്ളതും നമുക്ക് സ്വന്തത്തിൽ ഉണ്ടാവുവാനും ദുആ ചെയ്യുവാനുള്ള ഒരു തൗഫീഖ് ലഭിക്കപ്പെടണമെങ്കിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്, ഇതൊന്നും അവന്റെ കഴിവ് കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും അവൻ തസബ്ബുബ് നടത്തുന്നുണ്ട്, സബബുകൾ നേടുന്നുണ്ട്, പക്ഷെ എല്ലാം അള്ളാഹുവിലേക്കാണ് നാം മടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാഹുമ്മ ബാരിക്, അള്ളാഹുവെ നീ ബറക്കത്ത് ചെയ്യണമേ. അത് പറയുമ്പോൾ തന്നെ
നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ബറക്കത്താണ് അവിടെ ഉള്ളതും ഇനി വരാനിരിക്കുന്നതും നാം ഇപ്പോൾ ആവശ്യപ്പെടുന്നതും. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹസദും യാതൊരു രീതിയിലുമുള്ള അസൂയയും കോംപ്ലക്സോ ഈഗോയോ തുടങ്ങിയുള്ള ഒരു വിഷയവും നമ്മുടെ ഇടയിൽ വരികയില്ല. അങ്ങനെ നമ്മുടെ ഉദ്ദേശങ്ങൾ തെറ്റുമ്പോഴാണ്, നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തപ്പോഴാണ് അതെല്ലാം വരിക. ഷെയ്ഖുന ജാഹിദ് ഹഫിദുല്ല നമ്മുടെ ഇടയ്ക്ക് പറയുമായിരുന്നു, ഏറ്റവും കൂടുതൽ ഹസദ് അടങ്ങിയിട്ടുള്ള ഒരു മേഖലയാണ് ഈ തുല്ലാബുകളുടെ ഇടയിലും മശായിഖ്മാരുടെ ഇടയിലും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആർക്കാണ് ഇവരെക്കാൾ അറിവുള്ളത്? ആർക്കാണ്? പക്ഷെ ഷെയ്ത്താൻ ഹരീസാണ് അല്ലേ? അവന് കഴിയുന്നത്രയും അവസരം നൽകപ്പെട്ടിട്ടുള്ള ആ ഒരു അവധി വരേക്കും അവനിത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ അൽഹംദുലില്ലാ, അതിനെ ഉയർത്തുന്നത്, അതിനെ തടയുന്നത് എന്താണ്? അവൻ പഠിക്കുന്ന ആ ഇൽമു തന്നെയാണ്, അവൻ നൽകുന്ന ആ ഇൽമു തന്നെയാണ്, ജനങ്ങളിലേക്ക് അവൻ എത്തിക്കാൻ ശ്രമിക്കുന്ന ആ ഇൽമു തന്നെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം എന്നിൽ നിന്ന് വന്നിട്ടുള്ള പോരായ്മകൾ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ 3 പേരും പറഞ്ഞിട്ടുള്ള ഇൽം, അതുപോലെ ഖുർആൻ, ആ ശ്രേഷ്ഠമായ കിതാബുമായുള്ള ബന്ധം, അതുപോലെ തന്നെ ഇൽമ അമലാക്കുക എന്നുള്ളത്, ആ അമൽ എന്നുള്ള ഈ ശ്രേഷ്ഠതയേറിയ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ അങ്ങേയറ്റം തടയാൻ സാധ്യതയുള്ള, അഥവാ നിശ്ചയമായും തടയുന്ന തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒന്നിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ പറഞ്ഞു, حدثني عبد الله بن محمد الجعفي قال حدثنا عبد الرزاق قال أخبرنا معمر عن همام عن أبي هريرة رضي الله عنه. الإسناد من الدين. ഇസ്നാദ് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് അഹ്ലുസ് സുന്നത്തിന്റെ അടുക്കലല്ലാതെ ഇപ്രകാരം കിട്ടുകയില്ല എന്ന് വെച്ചിട്ട് കഴിഞ്ഞു പോയവർ അത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഒരു ഹദീസിന്റെ മാത്രമായിരിക്കും ചിലപ്പോൾ പറയുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത് അതിന് പ്രാധാന്യം നൽകുന്നില്ല എന്ന്. പക്ഷേ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒന്നാണ്. കാരണം ദീൻ എടുക്കുന്ന വിഷയം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇൽമു പഠിക്കുന്ന വിഷയം ചിന്തിച്ചു നോക്കുക. ആരിൽ നിന്നാണ്, എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് ആരെല്ലാം അന്വേഷിക്കുന്നുണ്ട്? അഹ്ലുസ് സുന്നത്തല്ലാതെ. നന്മകൾ എടുക്കുക, തിന്മകൾ നമ്മൾ പിന്നെ കണ്ണടച്ച് കളഞ്ഞേക്കുക. ഇതൊക്കെ ഈ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ അഥവാ ഇത്തരം ഗൗരവമേറിയ മണ്ടത്തരങ്ങൾ, തെറ്റുകൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ഇത്തരം ഉസൂലുകളിൽ നിന്ന് അവർ തെറ്റിപ്പോകുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ദീൻ അങ്ങനെയാണ്, എല്ലാം കൃത്യമായി നമ്മൾ വേർതിരിക്കുന്നില്ലേ? ഈ ഹദീസ് സഹീഹാണോ ദഈഫാണോ? സഹീഹാണെങ്കിൽ നമ്മൾ അതിനെ തൊട്ട് അമൽ ചെയ്യും, ദഈഫാണെങ്കിൽ നമ്മൾ മാറ്റി നിർത്തും, അതിനെ കണക്കിലെടുക്കുകയില്ല. എന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ അവസ്ഥ എന്താണ്? ഫളായിൽ എന്നാണ് കിതാബിന്റെ തന്നെ പേര്. എന്താണ് അതിലുള്ള ഫളായിൽ? പകുതിയും സ്ഥിരപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതലും. വിശ്വാസ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കുന്ന അവസ്ഥയാണ്. ആര് പറഞ്ഞു? ആരിൽ നിന്ന് കേട്ടു? ഫിഖയാണോ ദഈഫാണോ ഫാസിഖാണോ സാലിഹാണോ അല ദാഹിർ? ഇത്തരം കാര്യങ്ങളൊന്നും വേർതിരിക്കാതെ അജീബാണ് അവരുടെ കാര്യം. قال رسول الله صلى الله عليه وسلم لولا بنو إسرائيل لم يخنز اللحم ولولا حواه لم تخن أنثى زوجها الدهر. വാക്കുകൾ എഴുതിയെടുക്കുക, ചിലപ്പോൾ പുതിയതായിരിക്കും, അതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യം ആവർത്തിക്കും ബിഇദ്നില്ല. അല്ലെങ്കിൽ ഓരോന്ന് ആവർത്തിച്ച് അർത്ഥം വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഹഫിദക്കുമുല്ലാഹ്. ലൗലാ ബനു ഇസ്രായീൽ ലം യഖ്നസ് അൽ-ലഹം. ബനു ഇസ്രായീൽ ഇല്ലായിരുന്നെങ്കിൽ ഇറച്ചി, മാംസം അത് കേടായി പോവുകയില്ലായിരുന്നു. വലൗലാ ഹവ്വാ ലം തഖുൻ ഉൻത സൗജഹ അദ്ദഹർ. ഹവ്വാ ഇല്ലായിരുന്നെങ്കിൽ, അവളെ കൊണ്ടല്ലായിരുന്നെങ്കിൽ അലൈഹിസ്സലാം, ഒരു സ്ത്രീയും അവളുടെ ഭർത്താവിനെ വഞ്ചിക്കുകയില്ലായിരുന്നു. ലൗലാ ബനു ഇസ്രായീൽ ലം യഖ്നസ് അൽ-ലഹം. ചില റിവായത്തുകൾ വന്നിട്ടുള്ളതുപോലെ ലം യഖ്നസ് അൽ-ലഹം വത്തആം, ഇറച്ചിയും മാംസവും കേടായി പോവുകയല്ലോ. യഖ്നസ് എന്ന് വെച്ചാൽ യൻതൻ വയതഅഫൻ വയതഗയ്യർ, അതായത് ഒരു കാര്യം, ഒരു മാംസം അത് കേടായി പോവുക, വലിച്ചു പോവുക, ചീത്തയായി പോവുക എന്നുള്ള അർത്ഥമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. യഖ്നസ്. വലൗലാ ഹവ്വാ ലം തഖുൻ ഉൻത സൗജഹ അദ്ദഹർ. തഖുൻ ഖിയാനയിൽ നിന്നുള്ളതാണ്, വഞ്ചിക്കുക എന്നുള്ളത്. ഒരു സ്ത്രീയും അവളുടെ ഭർത്താവിന് വഞ്ചിക്കുകയില്ലാണ്. അദ്ദഹർ കാലം മുഴുവനും, മദദ്ദഹർ കാലം നീളെ ഒരു സ്ത്രീയും അവളുടെ ഭർത്താവിനെ വഞ്ചിക്കുകയില്ലായിരുന്നു, ഹവ്വായില്ലായിരുന്നു. ലൗലാ ബനു ഇസ്രായീൽ ലം യഖ്നസ് അൽ-ലഹം. ഇതിനെ തൊട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം അഥവാ അധികമായിക്കൊണ്ടുള്ള ഫായിദകളിൽ നിന്ന് ഒരൊറ്റ ഒരു ഫായിദയാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെന്തെന്നാൽ അന്നൽ മഅസിയഹ് അൽ വാഹിദ ഖദ് തുഗയ്യിറു മസാറ അൽ കൗൻ. ഒരൊറ്റ മഅസിയത്ത് എന്നുള്ളത്, ഒരൊറ്റ ഒരു പാപം, തിന്മ എന്നുള്ളത്
അത് ഈ പ്രപഞ്ചത്തെ തന്നെ മാറ്റി തിരിച്ചേക്കാം. ഈ പ്രപഞ്ചത്തെ തന്നെ അല്ലെങ്കിൽ ഒരു കൗമിനെ മുഴുവനായിക്കൊണ്ട് ബാധിച്ചേക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് പ്രവർത്തിക്കുന്ന ആൾ അതിനെ ചെറുതായി കാണുന്നുണ്ടാവും, ഒരുപക്ഷെ അവൻ ധരിക്കുന്നുണ്ടാവും അത് അവന്റെ സ്വന്തത്തിലോട്ട് മാത്രം അടങ്ങുന്നതാണെന്ന്. പക്ഷെ സത്യാവസ്ഥ എന്താണ്? അത് അവന്റെ ചുറ്റുള്ളവരെയും അതിലധികം ആളുകളെയും അവർക്ക് ദോഷം വരുത്തി വെച്ചേക്കാം. എത്തരത്തിലുള്ള ദോഷം? പ്രാപഞ്ചികമായ തുടർച്ചയായി നിലനിന്നു പോകുന്ന തരത്തിലുള്ള ദോഷങ്ങൾ, പിന്നീട് ഒരു പക്ഷെ ശരിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാത്ത തരത്തിലുള്ള ദോഷങ്ങൾ. തിന്മയുടെ മഅസിയത്തിന്റെ ആഴമാണിത്, അതിന്റെ ഗൗരവമാണ്. ലൗലാ ബനു ഇസ്രായീൽ ലം യഖ്നസ് അല്ലഹം. ഇതിന്റെ ശർഹിൽ ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസത്തിലായി. അഥവാ പല ഖിസ്സകൾ അവർ ഇതിന് കാരണമായി കൊണ്ടുവന്നു, ഈ ഹദീസിന്റെ കാരണമായിക്കൊണ്ട്. ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബനു ഇസ്രായീൽ അവർ ഭക്ഷണത്തിന് ആവശ്യക്കാരായിരുന്നു. അവർ ഭക്ഷണത്തിന് അങ്ങേയറ്റം ആവശ്യക്കാരായിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭക്ഷണം ഇറക്കിക്കൊടുക്കും. എന്നാൽ അതിനു മുമ്പായിക്കൊണ്ട് പറയപ്പെടുന്നത് പ്രകാരം നബിയായിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിലൂടെ അവർ അള്ളാഹുമായി ഒരു കരാറിലെത്തി, ഒരു ഉടമ്പടിയിലെത്തി. മീസാഖ് എന്നാണ് അറബിയിൽ പറയുക. അഖദല്ലാഹു അലൈഹിമുൽ മീസാഖ് അലാ ലിസാനി നബിഹിം മൂസ അലൈഹി ഇസ്ലാം അലാ ഖൗലി. എന്തായിരുന്നു ആ ഉടമ്പടി? അതെന്തെന്നാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോ വജ്ബയിലും, ഓരോ മീൽ, ഓരോ ഭക്ഷണ സമയത്തും, അഥവാ ഓരോ മീലിൽ എന്താണ് പറയുക, ഊണ് അല്ലെങ്കിൽ ഭക്ഷണം, ആ ഒരു നേരത്തെ ഭക്ഷണത്തിനാണ് അങ്ങനെ പറയുക വജ്ബ. അപ്പോൾ ആ ഓരോ നേരങ്ങളുമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭക്ഷണം ഇറക്കി കൊടുക്കുന്നതാണ്. അതിലെന്തുണ്ട്? അതിൽ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള, ഇച്ഛിക്കുന്നതായിട്ടുള്ള സ്വാദുള്ള ഭക്ഷണവും പാനീയങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അവർക്കത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മഈദ, അള്ളാഹു ഇറക്കുന്ന ആ ഒരു പാത്രം, ഭക്ഷണപാത്രം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഉയർത്തുന്നതാണ്. പിന്നീട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവരിലേക്ക് ഇറക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം എന്നുള്ളത് അഥവാ മാംസം എന്നുള്ളത്, ഇറച്ചി തുടങ്ങിയ കാര്യങ്ങൾ, ഇവയൊന്നും കേടായി പോവുകയില്ലായിരുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഈ പറഞ്ഞ ഫ്രിഡ്ജുകൾ, ഫ്രീസറുകൾ എന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവയെ സുരക്ഷിതമാക്കി വെക്കുവാൻ വേണ്ടി, കേടായി പോകുന്നതിൽ നിന്ന് തടയുവാൻ വേണ്ടി ആവശ്യമായിരുന്നില്ല. അങ്ങനെ ഒരു കാലം കടന്നുപോയിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ആ ഭക്ഷണം ഇറക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള പലതും അവർ അതിൽ നിന്ന് കഴിക്കും. അങ്ങനെ അവരുടെ വയറുകൾ നിറയും, അതുവരേക്കും അവർ കഴിക്കും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ആ കഴിച്ച ശേഷം അവർ ആ ഭക്ഷണം കൊണ്ടുപോയി പൂഴ്ത്തി വെക്കുന്നതാണ്, അത് ശേഖരിച്ചു വെക്കുവാൻ അവർ ശ്രമിക്കുന്നതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവരോട് വാഗ്ദാനം നൽകിയത്? ഓരോ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രാവശ്യവും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇറക്കി കൊടുക്കുന്നതാണ് എന്നുള്ളത്. ബനൂ ഇസ്രായേലിനെ കുറിച്ച് എത്രമാത്രം കഥകൾ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ കടന്നുപോയിരിക്കുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്കുറു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന നിഅമത്തുകളെല്ലാം ഇറക്കിക്കൊടുത്ത ശേഷവും അവർ എന്ത് ചെയ്തു? ആവശ്യമില്ലാത്ത പണികൾ അവർ എടുത്തു. അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹുവിനെ വഞ്ചിക്കുവാൻ ശ്രമിച്ചു, കളവുകൾ കെട്ടിച്ചമച്ചു, അല്ലേ? ഇതെല്ലാം അവർ ചെയ്തു. അവർ അങ്ങനെ തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ അവർ അപ്രകാരമുള്ള ഒരു പ്രവൃത്തി കാണിച്ചു. അതിന് ശിക്ഷയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവർക്ക് ആവശ്യം വന്നപ്പോൾ ഒരു ഭക്ഷണവും അവരുടെ അടുക്കലോട്ട് ഇറങ്ങിയില്ല. അവർ ശേഖരിച്ചു വെച്ച ആ ഭക്ഷണം അത് നിലനിൽക്കുകയും ചെയ്തില്ല, അത് കേടായിപ്പോയി എന്നുള്ളത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊന്നും ഇറക്കി കൊടുത്തുമില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അള്ളാഹുവിന്റെ സുന്നത്ത് പ്രകാരം, അവന്റെ അനുഗ്രഹപ്രകാരം നടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു നിഅമത്ത് അത് മാറി മറിഞ്ഞു നിഖ്മയിലേക്ക്, ഒരു ആപത്തിലേക്ക്, വിപത്തിലേക്ക്, അവർക്കുള്ള ഒരു ദോഷമായി തിരിഞ്ഞു. അത് പരീക്ഷണമായി അഥവാ ശിക്ഷയായി തിരിഞ്ഞു. എങ്ങനെ? അവർക്ക് ഈ പറഞ്ഞ മാംസം പിന്നീട് ഒരിക്കലും എന്തു ചെയ്തിട്ടില്ല, അത് ദിവസങ്ങൾക്കകം കേടായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി മറിഞ്ഞു. വബനു ഇസ്രായേൽ ഹുമുസ് സബബ്. ബനു ഇസ്രായേൽ അവരാണ് ഇതിന് കാരണക്കാരായത്. നമ്മൾ ബനു ഇസ്രായേൽ പെട്ടവരാണോ? ആണോ? എന്താണ് സംശയമാണ് എല്ലാവർക്കും? അല്ല, ബാറക്കല്ലാഹു ഫീക്കും, അല്ല. പക്ഷെ നമ്മുടെ അടുക്കലുള്ള മാംസം അത് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് പ്രാപഞ്ചികമായ സുന്ന കൗനിയ ജാരിയ, പ്രാപഞ്ചികമായ തുടർന്നു പോകുന്ന തരത്തിലുള്ള ഒരു മാർഗമായി ഇത് തിരിഞ്ഞു. സുന്നത്ത് എന്നുള്ളത് ഇവിടെ മാർഗം, ചര്യ,
നടന്നു പോകുന്ന ഒന്ന് എന്നുള്ള നിലക്കാണ് നാം മനസ്സിലാക്കേണ്ടത്. വലൗല ഹവ്വാ, അങ്ങ് കേൾക്കുന്നുണ്ട്, ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉത്തരം നൽകാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. കാരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഓരോ അമലുകൾക്കും അഥവാ ഓരോ സമയങ്ങൾക്കും ആ സമയങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള അമലുകളുണ്ട്. കേൾക്കുന്നുണ്ട് വല്ലാഹു അലം അല്ലേ? വലൗല ഹവ്വാ ലം തഖുൻ ഉൻസ സൗജഹ അദ്ദഹർ. ഹവ്വാ മൂലമല്ലായിരുന്നെങ്കിൽ ഒരു സ്ത്രീയും അവളുടെ ഭർത്താവിനെ വഞ്ചിക്കുകയില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉലമാക്കൾ ഇതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് എന്തെന്നാൽ, ഷൈത്താൻ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ അലൈഹിസ്സലാമിനെയും കഴിക്കുവാനായി ഭക്ഷിക്കുവാനായി ക്ഷണിച്ചിട്ടുള്ള ആ ഒരു വൃക്ഷത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം ഭക്ഷിക്കുവാൻ കാരണമായത് ഹവ്വ അലൈഹിസ്സലാം ആണ് എന്ന് ഉലമാക്കൾ പറഞ്ഞു. ഇതിന്റെ ഷർഹിൽ അവരുടെ പ്രേരണ മൂലം ആണ് ആദം അലൈഹിസ്സലാം അതിൽ നിന്ന് കഴിക്കേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാഹ്. പക്ഷേ ഇവിടുത്തെ വിഷയം അപ്പോൾ ഇങ്ങനെ ആയിരിക്കെ, അതായത് ഷൈത്താൻ പറഞ്ഞിട്ടുണ്ട്, ഹൽ അദുല്ലുക്കും അലാ ഔ ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ലാ, അതായത് ശാശ്വതമായ ഒരു വൃക്ഷത്തിലേക്കും അതുപോലെ തന്നെ ഒരിക്കലും തീർന്നു പോകാത്ത തരത്തിലുള്ള ആധിപത്യത്തിലേക്കും നിങ്ങളെ ഞാൻ നയിക്കട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അവർ എന്ത് പറ്റി? അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായിരുന്നു പറഞ്ഞത്? وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. അല്ലയോ ആദമേ, നീയും നിന്റെ ഭാര്യയും ജന്നത്തിൽ പ്രവേശിച്ചുകൊള്ളുക, അവിടെ നിന്നുകൊള്ളുക, വസിച്ചുകൊള്ളുക, അവിടെ നിന്ന് ആവശ്യമുള്ള തരത്തിലുള്ളത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. പക്ഷേ ഈ ഒരു വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്, അതുമൂലം നിങ്ങൾ ദ്വാലിമീങ്ങളിൽ പെട്ടേക്കാം, അക്രമികളിൽ പെട്ടേക്കാം എന്നുള്ളതാണ്. ദുൽമ ചെയ്യുന്നവരിൽ പെട്ടേക്കാം. ദുൽമ എന്താണെന്നുള്ള അല്ലാഹു വിശേഷിപ്പിച്ചു വരും. പക്ഷെ എന്നിട്ടും മനുഷ്യനാണ്, ദഅഫാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടാവിന് മാത്രമേ കമാലുള്ളൂ, പൂർണ്ണതയുള്ളൂ. അങ്ങനെ അവർ അതിൽ നിന്ന് ഭക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കുറ്റം മൂലം എന്താണ് സംഭവിച്ചത്? അവർ ജന്നത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കാരണം ആദം അലൈഹിസ്സലാമും ഹവ്വ അലൈഹിസ്സലാമും അവർ എവിടെയായിരുന്നു? ജന്നത്തിലായിരുന്നു. മുകളിലുള്ള ആ ലോകത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. സ്വഹീഹൈനിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പറയപ്പെടുന്നു, ഇൽതഖാ ആദമു വ മൂസ, ആദം അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും കണ്ടുമുട്ടുന്നു. എവിടെയാണ്? ഫിൽ ആലമിൽ ബർസഖ്, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ആ ഒരു ജീവിതത്തിൽ അവർ കണ്ടുമുട്ടുകയാണ്. ഫഖാല മൂസ യാ ആദമു അൻത അബൂന ഖയ്യബ്തനാ വഅഖ്റജ്തനാ മിനൽ ജന്നah. പുത്രനായിട്ടുള്ള മൂസ അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാമിനോടാണ് സംസാരിക്കുന്നത്. ഉപ്പയായിട്ടുള്ള ആദമിനോട് സംസാരിക്കുകയാണ്, പറയുകയാണ്, അല്ലയോ ആദമേ, നീ നമ്മുടെ പിതാവാണ്, ഉപ്പയാണ്, നമ്മളെ വഞ്ചിച്ചു, നമ്മളെ ജന്നത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുകയാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാം പറയുകയാണ്, യാ മൂസ ഇന്നഹാ അംറുൻ ഖദ് ഖദ്ദറഹുല്ലാഹ്, അല്ലയോ മൂസ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഖദറാക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന മടങ്ങുന്നത് ആ മാസിയത്തിലേക്കല്ല, അദ്ദേഹത്തിന് തിന്മയ്ക്ക് ന്യായം പിടിക്കുകയല്ല, മറിച്ച് അള്ളാഹു അവരെ പുറത്താക്കി എന്നുള്ള വിഷയമാണ്. മറ്റൊരു തഅ്വീൽ, മറ്റൊരു വിശദീകരണം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ളത് പ്രകാരം അദ്ദേഹം പറഞ്ഞു, അത് തൗബ ചെയ്ത ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് എന്ന്. കാരണം തീർച്ചയായിട്ടും ഖൈറും ഷർറും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള, ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് നിങ്ങൾ അബൂ സൈറിൽ നിന്നും നമ്മുടെ മറ്റു സഹോദരങ്ങളിൽ നിന്നും അബൂ അമറിൽ നിന്നും അഥവാ അബൂ സെയ്ദ് യാസിറിൽ നിന്നും എല്ലാം നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന നമ്മുടെ അബൂ അദ്നാൻ ആയിക്കോട്ടെ, ഇവരെല്ലാം നമ്മൾ അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കുന്നതിലും തൗഹീദ് പഠിപ്പിക്കുന്നതിലും നമ്മൾ വളരെ അധികം ശുഗലാകുന്ന ആളുകളാണ്. ഷിഅ്തും അം അബൈതും, നിങ്ങൾ അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും, അല്ലയോ ഹിസ്ബികളെ, അല്ലയോ ബിദ്അത്തുകാരെ, അല്ലയോ ഈ പറഞ്ഞ സംസാരങ്ങളെല്ലാം പുറപ്പെടുന്ന കുഫാറുകളെ, എവരിൽ നിന്നാണ് വരുന്നത് അവരെ എല്ലാവരോടും നമ്മൾ തുറന്നു പറയുകയാണ്. ആ ഒരു ട്രാൻസ്പെറൻസി, ആ ഒരു ഹക്ക് പറയുന്നതിൽ നിന്നുള്ള അള്ളാഹുവിന്റെ തൗഫീഖിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആ ഒരു നേരെ ചൊവ്വെ കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ള ശൈലികളിൽപ്പെട്ടതാണ് നാം അഹ്ലുൽ ബിദ്അത്തിനെ തൊട്ട് താക്കീത് ചെയ്യുക എന്നുള്ളത്. ഷിഅ്തും അം അബൈതും, നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാലും നിഷേധിച്ചാലും ശരി, അതങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾ നമ്മെ കൊന്നു കളഞ്ഞാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവൻ ഉദ്ദേശിക്കുന്നവരിലൂടെ പറയിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് അഹ്ലുസുന്ന. ഈ മൻഹജ് മഅസൂമാണ്, അതിന്റെ അഫ്രാദ് മഅസൂം അല്ലെങ്കിലും ശരി, ഈ മൻഹജ് മുഴുവനായിക്കൊള്ളും അത് മഅസൂമാണ്. ഈ ശൈലി, ഈ ഒരു രീതി, ഈ ഒരു തരീഖ്, ഫിർഖത്തുൻ നാജിയയുടെ തരീഖ്,
അഹ്ലുസുന്ന എന്ന് പറയുന്ന ഈ കക്ഷികളുടെ ത്വരീഖ്, അതിലുള്ള ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ കൂടി, തെറ്റുകൾ ഉണ്ടായാൽ കൂടി, ആ തെറ്റുകൾ പോലും പരസ്പരം തിരുത്തുക എന്നുള്ളത് ഇതേ അഹ്ലുസുന്നത്തിന്റെ മാത്രം മനഹജിൽപ്പെട്ടതാണ്. അത് അഹ്ലുൽ ബിദ്അത്തിന്റെ അടുക്കൽ നിങ്ങൾ കൂടുതലും കാണുകയില്ല. കണ്ടാൽ തന്നെ വളച്ചൊടിച്ച രീതിയിലായിരിക്കും അത് സംഭവിക്കുന്നത്. അന്നാലഹും ദാലിക്, എവിടെ നിന്നാണ് അവർക്കത് ഉണ്ടാവുകയില്ല. കാരണം അവർക്ക് വലുത് അവരുടെ സംഘടനയാണ്, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അവർക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചോളൂ. അവർ ഒരുപക്ഷെ പാവങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ യാ ഇഖ്വാ, നമ്മൾ ആരെയെങ്കിലും നമ്മുടെ ദർസുകളിലോട്ട് ക്ഷണിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒന്ന് സാവകാശം കൊള്ളുക, ഒന്ന് അന്വേഷിച്ച ശേഷം ആവാം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ ഒരു നിയമത്തെ റഅസുൽ മാൽ, ക്യാപിറ്റൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കൂട്ടം, ആ കൂട്ടത്തിനൊരു ദോഷം ഒന്നെത്താതിരിക്കുവാൻ വേണ്ടിയാണ്. അൽ ഹിഫാദ് അല റഅസുൽ മാൽ എന്ന് പറയും ഉലമാക്കൾ. ക്യാപിറ്റലിനെ നമ്മൾ ഹിഫ്ള് ചെയ്യുക, എന്നിട്ടാണ് പിന്നെ പ്രോഫിറ്റിന്റെ വിഷയങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. കാരണം അൽ മസ്ലഹ അൽ ആമ്മ മുഖദ്ദമ അലൽ മസ്ലഹ അൽ ഖാസ. ഒരു വ്യക്തിയുടെ പ്രത്യേകമായിട്ടുള്ള മസ്ലഹയാൽ അതിനുമേൽ നാം തഖ്ദീം ചെയ്യുന്ന ഒന്നെന്താണ്? പൊതുവായിട്ടുള്ള മസ്ലഹ എന്നുള്ളത്. എന്ന് വെച്ചിട്ട് ഒരിക്കലും നാം ഇഫ്രാത്ത് അല്ലെങ്കിൽ തഫ്രീത്തിലോട്ട് പോകുന്നവരല്ല. ലാ ഇഫ്രാത്ത് വലാ തഫ്രീത്ത്. ഈ അച്ചവുമില്ല ആ അച്ചവുമില്ല, അതിൽ കവിയൊന്നുമില്ല, അതിൽ തീരെ അലസതയിലോട്ട് പോകുന്നുമില്ല. എന്നാൽ രണ്ടും ഒരു തരത്തിലൊരു കുലുവാണ്. അപ്പൊ നാം ആരെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ബാബിൽ നിന്ന് മാത്രമാണ്. എന്നാൽ മറ്റൊരു വശത്ത് ആളുകളെ ഓരോ വ്യക്തിയെയും പേഴ്സണലായി പോയി കണ്ട് അവരെ ഈ ദീനിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് ഉത്സാഹം വേണം. അതൊരു കാഫിർ ആയിക്കോട്ടെ, ഒരു മുബ്തദി ആയിക്കോട്ടെ, ഹിസ്ബി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, സാധാരണക്കാരുടെ വിഷയങ്ങൾ, മുസ്ലിമീങ്ങളിൽ തന്നെ കാര്യങ്ങളൊന്നും അറിയാത്ത എന്നാൽ അറിവ് നേടാൻ താല്പര്യമുള്ള ജഹൽ ബസീത്ത് കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയത്തിൽ കുറച്ചുകൂടി നാം മുസഹലാണ് അമർ, അല്ലെങ്കിൽ നാം അത് എളുപ്പമാക്കുന്നു. കാരണം എന്താണ്? അവർക്ക് ശുഭത്തുകളില്ല. മറിച്ച് ഈ പറയുന്ന ഹിസ്ബിയോ ബിദഅത്തുകാരനോ വന്നിട്ട് എന്താണ് നമ്മുടെ ഓരോ സഹോദരന്മാരുടെ അടുക്കലും പേഴ്സണലായി ചർച്ച ചെയ്യുക എന്നൊന്നും നമുക്ക് അറിയില്ല. ഇത്തരത്തിലുള്ള ഒരു സുന്നത്ത് അത് കടന്നുപോയിട്ടുള്ള ഒന്നാണ്. ഈ ഹദീസ് തന്നെ എന്താണ് തെളിയിക്കുന്നത്? ഒരൊറ്റയാളുടെ മാസിയത്ത് മതി എന്തിന്? പൂർണ്ണമായും ആ കൗമിനെ അത് ബാധിക്കുവാൻ. പോരെ തെളിവായിക്കൊണ്ട്. അപ്പോൾ ആ ബാബിൽ നിന്നാണ്. അതിൽ തെറ്റിദ്ധാരണയുള്ളവർ ഈ ഒരു വിശദീകരണത്തോടുകൂടി, തഫ്സീലോടുകൂടി അതിനെ മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പൊ ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വ അലൈഹിസ്സലാമിന്റെയും കഥയിൽ നമ്മൾ കണ്ടു, ആ ഒരൊറ്റ മഅസിയത്തിന്റെ പേരിൽ, ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഹവ്വ അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാമിനെ ആ ഒരു വിഷയത്തിലേക്ക് പ്രേരിപ്പിച്ചതിന്റെ പേരിൽ അവർ, അഥവാ അവരുടെ ദ്വിതീയ അടക്കം, ജന്നത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഈ വിഷയത്തിൽ ഇബ്ലീസിന്റെ കാര്യം. ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസ് എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു. ഇബ്ലീസും സ്വർഗത്തിലായിരുന്നു. പക്ഷെ ഒറ്റയൊരു വിഷയം, ഒറ്റയൊരു മഅസിയത്ത് ഇബ്ലീസിനെ പുറത്താക്കി. എന്താണ് ആ മഅസിയത്ത്? കിബർ, അഹങ്കാരം. അതുകൊണ്ട് തന്നെ ഒരുവൻ കിബർ നടിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം ആരോടാണ് സാമ്യപ്പെടുത്തുന്നത്, അഥവാ സാദൃശ്യപ്പെടുന്നത്? ഇബ്ലീസിന്റെ ഈ മോശമായിട്ടുള്ള ഈ സ്വഭാവത്തോടായിരിക്കും. അത് നാം ഏവരും ഓർത്തിരിക്കുക. അപ്പൊ ഇബ്ലീസ് സ്വർഗത്തിലായിരുന്നു. ഫിൽ ആലമിൽ ഉൽവി ഔ നാം, മുകളിലുള്ള ആ ഒരു ലോകത്തായിരുന്നു ഇബ്ലീസ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം ആവശ്യപ്പെടുകയുണ്ടായി, നാം പറയുകയുണ്ടായി ആദമിനോട് സുജൂദ് ചെയ്യുവാനായിട്ട്. അവരെല്ലാവരും സുജൂദ് ചെയ്തു. ആരൊഴികെ? ഇബ്ലീസ് ഒഴികെ. അവൻ കിബ്ർ നടിച്ചു. അതുമൂലം എന്താണ് സംഭവിച്ചത്? വഖുൽനാ ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദു വലകും ഫിൽ അർദി മുസ്തഖർ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾ എല്ലാവരും ജന്നത്തിൽ നിന്ന് അടിയിലോട്ട് പോയിക്കൊള്ളുക, അഥവാ അർദിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക. അവിടേക്ക് നിങ്ങൾ പുറത്തേക്ക് പോയിക്കൊള്ളുക. എന്നിട്ട് അവിടെ നിങ്ങൾ സഹവസിച്ചു കൊള്ളുക. അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പാർപ്പിടമായിക്കൊണ്ട് അവർ അവിടെ നിന്നുകൊള്ളട്ടെ. അവിടെ അവർക്ക് ഒരു നിശ്ചിത സമയം വരേക്കും ചില സുഖാനുഭൂതികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാകുമെന്നുള്ളത്. അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ആ മുകളിലുള്ള ആ ലോകത്തായിരുന്നു അവർ ഉണ്ടായത്. പക്ഷേ ഇബ്ലീസും അതുപോലെ അതിനു മുമ്പ് കടന്നുപോയ ആദം അലൈഹിസ്സലാം, ഹവ്വ അലൈഹിസ്സലാം, അവരെല്ലാവരും തന്നെ എന്തായി? ഈ ഭൂമിയിലോട്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പോ എന്താണ് അതിനാൽ സംഭവിച്ചത്? ഇബ്ലീസും ഇൻസാനും തമ്മിൽ, മനുഷ്യരും തമ്മിൽ ഈ നാം കണ്ടുവരുന്ന ഈ ഒരു അങ്ങേയറ്റത്തെ യുദ്ധം അത് അന്ന് തൊട്ട് നടന്നു വരികയാണ്. മനുഷ്യൻ എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രമാത്രം ഇബ്ലീസ് എന്ത് ചെയ്യുകയാണ്? അതിൽ നിന്ന് അവനെ തിരിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ആ ഒരു മൽപ്പിടുത്തം, ഇത്തരത്തിലുള്ള ഒരു യുദ്ധം അവർ തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. അതിന് കാരണം എന്താണ്? ഈ പറഞ്ഞ ഒറ്റയൊരു മഅസിയത്താണ്.
മറുവശത്ത് അവരിൽ നിന്നുണ്ടായ ഒറ്റയൊരു മാസിയത്താണ്. അപ്പോൾ ഒരൊറ്റയൊരു മാസിയത്ത് പലയിടങ്ങളിലും ഇപ്രകാരമുള്ള പ്രാപഞ്ചികമായ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ മുഴുവനായി ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. കാരണം ഇത് ഓരോ മേഖലകളിലും ദോഷം വരുത്താവുന്നതാണ്. ഇതിനേക്കാൾ നമുക്ക് കൺമുമ്പിൽ എന്നുള്ളതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന മറ്റൊരു സന്ദർഭമാണ് ഉഹദ് യുദ്ധം. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ പറയുന്നു, സ്വഹീഹിൽ വന്നിട്ടുള്ളത് പ്രകാരം, തഹവ്വലത്തിൽ മഅറക മിൻ നസ്റിൻ ഇലാ ഹസീമ. ആ യുദ്ധം അത് വിജയത്തിൽ നിന്ന് പരാജയത്തിലോട്ട് നീങ്ങുകയുണ്ടായി, മാറിത്തിരിയുകയുണ്ടായി. അതായത് ആ യുദ്ധത്തിന് ആദ്യ ഭാഗത്തിൽ എന്താണ് സംഭവിച്ചത്? മുഅ്മിനീങ്ങളുടെ കൂടെ അഥവാ മുസ്ലിമുകളുടെ കൂടെ ആയിരുന്നു വിജയം. അവർ വിജയിച്ചു വരികയായിരുന്നു. എത്രത്തോളം എന്നാൽ അവർ ആ ഗനീമത്ത് കൈപ്പറ്റും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് അവർ ഏതാണ്ട് ഉറപ്പിച്ച പോലെയായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠരായ അമ്പെയ്ത്തിൽ അല്പം അഥവാ അങ്ങേയറ്റം കഴിവുണ്ടായിട്ടുള്ള ചില സഹാബിമാരോട് ഇന്ന ഒരു മലയുടെ മേൽ നിൽക്കുവാനായി ആവശ്യപ്പെട്ടു. അവർക്കുമേൽ ഒരു നേതാവിനെ നിയമിച്ചു. പക്ഷേ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വഹ്യിറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യുദ്ധത്തിൽ അവരുടെ അമീറാണ് അവരോട് പറയുന്നത്, നബിയാണ് പറയുന്നത്, അവർ നമ്മുടെ മേൽ വിജയം സ്ഥാപിക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ അവിടെ നനങ്ങരുത്. ഇനി നാം അവരുടെ മേൽ വിജയം സ്ഥാപിക്കാൻ പോകുന്നത് കണ്ടാൽ ഇൻഖലബു അലൈന ഔ ഇൻഖലബ്ന അലൈഹിം, ഈ ആശയത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ചലിക്കരുത്. മനസ്സിലായോ? അവിടെ നിന്ന് ഇറങ്ങി വരരുത്, ഒരു കാരണവശാലും നിങ്ങൾ ഇറങ്ങി വരരുത് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചത്. പക്ഷെ അവർ കാണുകയാണ്, മുസ്ലിമീങ്ങൾ ഏതാണ്ട് വിജയം പ്രാപിച്ച പോലെ അവർ കാണുകയാണ്. എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞു, അൽ ഗനീമ അൽ ഗനീമ, സ്വത്ത് ഗനീമത്ത് സ്വത്ത് അവർ കാണുകയാണ്. അവർ പറയുകയാണ്, ഏയ് നമുക്ക് വിജയമായി, ഇനി പോവുകയല്ലേ, ഗനീമത്ത് എടുക്കുകയല്ലേ, പിന്നെന്താണ്? അപ്പോൾ അവരുടെ നേതാവായിട്ടുള്ള നോക്ക്, സ്വാലിഹായ വ്യക്തിയുടെ ഓർമ്മപ്പെടുത്തൽ നോക്ക്, അല്ലെങ്കിൽ ആ നിയമിച്ച ഓരോ ആൾക്കാരും മറ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മറ്റു ചില നേതാക്കന്മാർ മറ്റു ചിലരെ ഒരു കാര്യത്തിനായി നിയമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തമമായ തിരഞ്ഞെടുപ്പാണ് തെളിയിക്കുന്നത്. അതിനൊരു പക്ഷേ എല്ലാവർക്കും സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റെ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവൻ അവന്റെ അടിമകളിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. സഹാബത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി തിരഞ്ഞെടുത്തു, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ കൽബുകളിലോട്ട് നോക്കി ഹദീസ് പ്രകാരം അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. ഏറ്റവും ഉത്തമനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തിരഞ്ഞെടുത്തു. പിന്നീട് നോക്കി അങ്ങനെ ബാക്കിയുള്ള സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ കൂടേണ്ടതായിട്ടുള്ള സഹാബത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. അപ്പോൾ അതിലെല്ലാം ഹിക്മത്തുകളുണ്ട്, അതിനാൽ നാം തൃപ്തിപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ദഅവത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല റിജാലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളുണ്ട്, മശായിഖ്മാരുണ്ട്. അവരുടെ നേതൃത്വങ്ങൾക്കനുസരിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നാം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, സംശയങ്ങൾ അവരിലോട്ട് മടക്കുക എന്നുള്ളത്, എത്ര ഇൽമുള്ളവനായിക്കോട്ടെ അവന് മുകളിലുള്ള ആളുകളിലോട്ട് അവനേക്കാൾ ഇൽമുള്ളവരോട് ആലോചിക്കുക. ഇസ്തിഖാറ പോലെ തന്നെ ഇസ്തിഷാറ എന്നുള്ളത്, ഇസ്തിഫ്താ എന്നുള്ളത്, ഫത്വ തേടുക എന്നുള്ളത്, ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ മേൽ വാജിബാണ്. ഇതാണ് സലഫിയത്ത്. ഉലമാക്കളുമായി ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്ൻ ബർജസ് റഹിമഹുല്ലാഹ് എന്താണ് പറഞ്ഞത്? സലഫിയത്തിൽ അതിന്റെ ഉസൂലുകളിൽ പെട്ടിട്ടുള്ള കാര്യമാണ് എന്ത്? ഉലമാക്കളുമായി അവർ സ്ഥിരം ബന്ധങ്ങൾ വെക്കുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഒരു വീഡിയോ എടുക്കുവാൻ ആ വീഡിയോയിൽ പതിപ്പിക്കുവാനായി ഷെയ്ഖ് സാലിഹ് ഫൗസാനെ കൊണ്ടൊരു മജ്‌ലിസിൽ ഇരുത്തുകയോ, അല്ലെങ്കിൽ മർദൂദായിട്ടുള്ള അഹ്ലുസുന്നത്തിന്റെ അടുക്കൽ നിന്ന് അകന്നുപോയിട്ടുള്ള പിഴച്ച വാദങ്ങളിലേക്ക് പോയിട്ടുള്ള വ്യക്തിയുമായി ടെലിലിങ്ക് വെക്കലോ അങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളല്ല അഹ്ലുസുന്നയുടെ മൻഹജ്. ബാറക്കല്ലാഹു ഫീക്കും. മറിച്ച് വ്യക്തതയുള്ള ഖുർആനും സുന്നത്തും മേൽ അടിയുറച്ചു നിൽക്കുന്ന, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് വേർതിരിച്ച് നമുക്ക് കാട്ടിത്തരുന്ന, അതിനുവേണ്ടി ശക്തമായി വാദിക്കുന്ന, ലാ യഖാഫൂന ഫി ദാലിക ലൗമത ലായിം, അവർ ആ കാര്യത്തിൽ ഒരുവന്റെയും ഒരു കുറ്റം പറയുന്നതിന്റെയും കുറ്റം പറച്ചിലിനെ അവർ എന്ത് ചെയ്യുന്നില്ല, വകവെക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ. അത് യമനിൽ എന്നല്ല, സൗദിയിലായിക്കോട്ടെ, മിസ്റിലായിക്കോട്ടെ, ഇനി അമേരിക്കയിലായിക്കോട്ടെ, അഹ്ലുസുന്നത്തിന്റെ ഈ ആശയത്തിൽ ഒരാളുണ്ടോ, നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു, അവരെ നമ്മൾ അഹ്ലുസുന്നത്തായി മാനിക്കുന്നു. അപ്പോൾ നമ്മുടെ മാനദണ്ഡം ഒരിക്കലും യമനല്ല, മറിച്ച് യമനിൽ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ പേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാട്ടിത്തന്നു. ആ കണ്ടതിന്റെ പേരിൽ ഷെയ്ഖുനാ യഹ്യ പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ ഹദീസിൽ, നീണ്ട ഹദീസിൽ, 42ാമത്തെ ഹദീസിൽ, ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ എന്താണ്? ആ ഹദീസിൽ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം ഓരോന്നിനു ശേഷവും പറയുന്നു, സദഖ്ത, സത്യം പറഞ്ഞിരിക്കുന്നു നീ. സത്യപ്പെടുത്തുകയാണ്, സത്യത്തെ സത്യപ്പെടുത്തുകയാണ്, സത്യത്തിന്റെ ആളെ സത്യപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടവണ്ണം തഖ്വ ചെയ്യുക, അഥവാ തഖ്വ ചെയ്യുക, സൂക്ഷിക്കുക.
വകൂനൂ മഅസ്സാദിഖീൻ, സാദിഖീങ്ങളോടൊപ്പമാവുക. അപ്പൊ സാദിഖീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കൂട്ടർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അതിൽ സിദ്ഖുള്ള ഓരോരുത്തരും നാം എടുത്തു പറയണം. ഇന്ന ആളുടെ അടുത്താണ് ഹക്കുള്ളത്, നീ അവരുടെ അടുക്കലോട്ട് പോകും. സലഫുകൾ ഇപ്രകാരത്തിലാണ് വേർതിരിച്ചിരുന്നത്. ഒരിടത്ത് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ ചോദിക്കും, ഏയ് നീ ഇന്ന സ്ഥലത്തല്ലേ പോയത്, നീ ഏത് പണ്ഡിതന്റെ അടുത്താണ് ഇരുന്നത്, ഇമാം ബുഖാരിയെ നീ കണ്ടുവോ? കണ്ടിട്ടില്ലെങ്കിൽ സംശയിക്കുന്ന അവസ്ഥയായിരുന്നു അവൾ. അപ്പോൾ വ്യക്തിത്വങ്ങൾ എന്നുള്ളത് തീർച്ചയായും ആശയങ്ങളുടെ ഭാഗമാണ്. അല്ലാണ്ട് ഉസൈമി പറഞ്ഞതുപോലെ ലാ തസ്അലൂനി അനിർ റിജാൽ അല്ലെങ്കിൽ അനിൽ അസ്മാഇൽ അഷ്ഖാസ് ഇതൊന്നുമല്ല. വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ചിലത്. ചിലപ്പോൾ അറിവുണ്ടാവും, അറിവ് എല്ലാവരും എടുക്കലും അറിവിന്റെ ഒരു അംശമുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പലതും ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ എല്ലാ മേഖലകളിലും ആ സലഫിന്റെ ചര്യയോട് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ശരിയായ അറിവ്. ആ തസ്ഫിയ വ തർബിയ ആദ്യം ശുദ്ധീകരിച്ചുകൊണ്ട് പിന്നെ അതിന്മേൽ പരിപാലിച്ചുകൊണ്ടുള്ള ആ ഒരു മൻഹജ് അത് ലഭിച്ചാലാണ് അവിടെയാണ് നാം ചെന്നിരിക്കേണ്ടത്, അവിടോട്ടാണ് നാം ചെന്നിരിക്കേണ്ടത്. കാരണം അൽ ഖുലൂബു ബൈന ഇസ്ബഅഇർ റഹ്മാൻ, അതായത് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് അടിമകളുടെ കൽബുകൾ. അതങ്ങനെ മാറി മറിയുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിനുള്ള ആ മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മത പാലിച്ച് എല്ലാ കാര്യത്തിലും ഏറ്റവും അധികം ഇൽമിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഏതെല്ലാം കാര്യത്തിൽ ശ്രദ്ധ പാലിക്കുന്നു. ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഏറ്റവും ഉത്തമമായ ഡോക്ടറിനെ തിരഞ്ഞെടുക്കുന്നു. പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും നല്ല തക്കാളി നോക്കി നാം തിരഞ്ഞെടുക്കുന്നു. അത് കൂടാതെയുള്ള ഓരോ വിഷയങ്ങളും, കുട്ടികളെ കോളേജിൽ അയക്കുമ്പോൾ ഏറ്റവും നല്ല കോളേജ് നോക്കി നാം അവരയക്കുന്നു. ഉടുപ്പ് ധരിക്കുമ്പോൾ ഏറ്റവും നല്ല ഉടുപ്പ് ധരിക്കുന്നു. ബട്ടൺസ് പൊട്ടിയതിടില്ല എന്ന് തുടങ്ങി എത്ര കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നു. പക്ഷെ ദീനിന്റെ വിഷയം പറയുമ്പോൾ അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കൂടൽ അത് മതിയല്ലോ. അങ്ങനെയല്ല. കാരണം ഈ ദീനാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെയാക്കുന്നത്. നമ്മുടെ ആദാത്തുകൾ അടക്കം ഇബാദത്തുകളാക്കി തീർക്കുവാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ദീനാണ്. ആ ദീനിന് വേണ്ടി നാം അധ്വാനിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? ആ ദീനിൽ നാം സൂക്ഷ്മത വെച്ച് പുലർത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം സൂക്ഷ്മത വെച്ച് പുലർത്തുന്നത്? അത് അത്രയും മോശമായ ഒരു അവസ്ഥയാണ്. ശ്രദ്ധിക്കുക. ദുനിയാവിന് വേണ്ടിയല്ല നാം സൃഷ്ടിക്കപ്പെട്ടുള്ളത്. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ എന്താണ് പറഞ്ഞത്? മൻ കാനത്തിൽ ആഖിറതു ഹമ്മു ഔ മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅല അല്ലാഹു ഗിനാഹു ഫി ഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധനിത അഥവാ ധനിത അവന്റെ കൽബിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അവന്റെ കൽബിൽ അവൻ റിച്ച് ആകുന്നതാണ്, ധനികനാകുന്നതാണ്. പണം കൊണ്ട് മാത്രമല്ല, എല്ലാ രീതിയിലും. പണം കൊണ്ടും അല്ല തന്നെ, അതായത് പണം കൊണ്ടുള്ള ധനിത ഉണ്ടാകും, അത് ദീനിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് ആ രീതിയിൽ. പക്ഷെ അല്ലാതെ അവന്റെ കൽബ് കൊണ്ട് അവന്റെ ദീൻ ഉറച്ചു കഴിഞ്ഞാൽ, ആഖിറത്ത് അവന് ലക്ഷ്യമായി കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ അവന് ധനിത ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? ജഅല അല്ലാഹു ഗിനാഹു ഫി ഖൽബിഹി വജമഅ അല്ലാഹു ശംലഹു. ശ്രദ്ധിച്ചു കൊള്ളുക. അവന്റെ ചിതറിക്കിടക്കുന്ന ഓരോ വിഷയങ്ങൾ, അതായത് അവൻ നേരിടുന്ന അവന്റെ ജീവിതത്തിൽ നടന്നു പോകുന്ന ഓരോ വിഷയങ്ങൾ നമ്മൾ പരസ്പരം പലരും പറയുന്നുണ്ട്, അഹി ഇന്ന വിഷയമുണ്ട്, എനിക്ക് ഇന്ന രോഗമുണ്ട്, എന്റെ വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട്, വീട്ടുകാരായ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ജോലിയിൽ ഇന്ന പ്രശ്നമുണ്ട്, കുറെ കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ആളുകളുമായി ചില വിഷയങ്ങളുണ്ട്, പാസ്പോർട്ടിന്റെ വിഷയമുണ്ട്. ഈ എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം ദീനാണ്. നമ്മുടെ ലക്ഷ്യം ആഖിറത്താകണം എന്നുള്ളതാണ്. അങ്ങനെ ആയാൽ ജമഅ അല്ലാഹു ശംലഹു, അള്ളാഹു അവന്റെ ഈ പറഞ്ഞ വിഷയങ്ങൾ ഒന്നിച്ചു കൂട്ടി അവന് കൊടുക്കുന്നതാണ്, എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ജമഅ അല്ലാഹു ശംല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദലീല എന്നുള്ള അർത്ഥം, അതായത് വളരെ തുച്ഛമുള്ള ഒന്നായിക്കൊണ്ട് ദുനിയാവ് അവന്റെ പുറകെ വരുന്നതാണ്. ഇതാണ് നോക്ക്, ദീന്റെ പുറകെ ആര് പോയോ ദുനിയാവ് അവന്റെ പുറകെ വരും. ഈ തത്വം പഠിച്ചിട്ടുള്ള നമുക്ക് എന്താണ് ഇത് അമൽ ചെയ്യാൻ സാധിക്കാത്തത്? അബൂസർ പറഞ്ഞ ദുനിയാവിന്റെ കാര്യം ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം, മറ്റന്നാൾ ശരിയാക്കാം, എന്നിട്ട് നമ്മൾ ദീനിലോട്ട് വരാം. അജീബ്, എന്താ ആശ്ചര്യം കൊള്ളിക്കുന്ന അവസ്ഥയാണിത്. മറിച്ച് നിങ്ങൾ ദീൻ ശരിയാക്കൂ, ദുനിയാവ് നിങ്ങൾ പുറകെ വരുമെന്നാണ് പറയുന്നത്. എത്ര തുല്ലാബുലമാണ്, ദീൻ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികളാണ് നാം കണ്ടിട്ടുള്ളത്. അവരുടെ കടങ്ങൾ വീട്ടിരിക്കുന്നു. ഒരിക്കലും കരുതരുത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തൊലബുൽ ഇൽമിനോ അഥവാ തദ്രീസിനോ പഠിപ്പിക്കുവാനോ ആയി മാറി നിൽക്കുന്ന വ്യക്തികൾ അവർ വെറുതെ ജോലിയില്ലാതെ കഴിഞ്ഞുകൂടി അവരാണ് ശരിയായ ജോലി ചെയ്യുന്നവർ. ഈ ദുനിയാവിന് ഏറ്റവും ആവശ്യമുള്ള ആഖിറത്തിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വ്യക്തികളാണ് ഏറ്റവും ഉത്തമമായ ജോലി ചെയ്യുന്നവർ. റസൂലുള്ളാഹി ജഅലനാ മിൻഹും. ഇരുന്നു നോക്കണം രാവിലെ തൊട്ട് അള്ളാഹുവിന്റെ കിതാബായിക്കൊണ്ട്, ഇരുന്നു നോക്കണം രാവിലെ തൊട്ട് റസൂൽ ഹദീസുകളായിക്കൊണ്ട്, അഖീദ, ഫിഖ് എന്ന് തുടങ്ങിയ തഫ്സീർ എന്ന് തുടങ്ങിയ മേഖലകളിൽ പഠനങ്ങൾ നടത്തി നോക്കണം. എവിടെ വായനയും എഴുത്തും പോലും ശരിയാവാത്ത നമ്മളാണ്. എവിടെയാണ് പിന്നെ നമ്മളുള്ളത്? എത്ര വിദൂരത്താണ് നാം ഉള്ളത് ഈ ദീനിനെ കൊണ്ട്, ഈ ദീനിനെ തൊട്ട് ചിന്തിക്കുക. എന്നിട്ട് എന്താ വിശ്വാസം പറഞ്ഞത്? മൻ കാനത്ത് ദുനിയ ഹമ്മ. ഇനി ദുനിയാവ് അവന്റെ പ്രധാന വിഷയം, അവന്റെ കൺസേൺ,
അവന്റെ വേവലാതി അത് ദുനിയാവിനെ കുറിച്ചാണെങ്കിൽ എന്താണ് അവസ്ഥ? ഫറഖല്ലാഹു ശംല. അതിനു മുമ്പ് ജഅല അല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അവന്റെ കൺമുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ പണമുള്ളവരുണ്ടല്ലോ, അങ്ങനെയല്ല. അതല്ല ദാരിദ്ര്യം. ശരിയായ ദാരിദ്ര്യം അതെന്താണ്? അവന് മനസ്സമാധാനം ഉണ്ടാവുകയില്ല, അള്ളാഹുവിനോട് അടുപ്പം ഉണ്ടാവുകയില്ല. അതുമൂലം അവന്റെ എത്ര പണം അവനുണ്ടായാലും അവന് സന്തോഷം ഉണ്ടാവുകയില്ല, ശരിയായ സന്തോഷം. അസ്സആദത്തുൽ ഹഖീഖിയ്യ അല്ലദി തഹദ്ദസ അൻഹാ അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഫി ഖവായിദുൽ അർബ. തയ്യിബ്. അപ്പോ ആ ഖവായിദുൽ അർബയിൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുള്ള ആ സആദ, വൽവാനു സആദ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും അവൻ അടുപ്പം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ കാണുന്നത് വീണ്ടും വീണ്ടും ദുനിയാവിന് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്, ലക്ഷ്യമറിയാതെ ഇങ്ങനെ ഓടുകയാണ് അവർ. അല്ലെങ്കിൽ എത്ര ഓടിയിട്ടും ശരിയാവാത്ത അവസ്ഥകൾ. ലക്ഷ്യം ദുനിയാവാണ്. അങ്ങനെ ആവരുത് നാം, ഒരിക്കലും ആവരുത്. നമ്മുടെ ലക്ഷ്യം ശരിയായാൽ നേരത്തെ പറഞ്ഞ പോലെ ദുനിയാവ് നമ്മുടെ പിറകെ വരും, തുച്ഛമുള്ള ഒന്നായിക്കൊണ്ട്. അതും വലിയൊരു സംഭവമായിട്ടല്ല, തുച്ഛമുള്ള ഒന്നായിക്കൊണ്ട്. അത് നമുക്കൊരു വിലയില്ല അതിന്. എന്നിട്ടാണ് നമ്മുടെ പിറകെ ഇങ്ങനെ വരികയാണ് അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ കൂടെ അത്രയും മുബാറക്കിനെ കാണുവാനായി അത്രയും അധികം വലിയൊരു ജനത കൂട്ടമായി കുതിക്കുകയാണ്. അല്ലെങ്കിൽ ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ എത്തി നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു ജനത, ഇതെന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ കാണാൻ പോകുന്ന ജനതയാണ്. ഇതാണ് ഹഖീഖത്തൻ മുൽക്ക്, ഇതാണ് ശരിക്കും ആധിപത്യം. അപ്പോൾ ഈ മഅറക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് കാരണവശാലും ആ മലയുടെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരരുത്. പക്ഷെ അവർ പറഞ്ഞു അൽ ഗനീമ അൽ ഗനീമ. അതിനെക്കൊണ്ട് അവർ പിന്നെ അതിനോട് ആകർഷിക്കപ്പെട്ടു, സംഭവിച്ചു പോയി. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ ആയിരുന്നു റളിയല്ലാഹു അൻഹു അവരുടെ നേതാവ്. അദ്ദേഹം പറഞ്ഞു, അഹദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈന, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടമ്പടിയുണ്ട്, നമ്മുടെ മേൽ കരാറുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയില്ല. അല്ലാ തബ്റഹു അല്ലാ നബ്റഹ്, നാം ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഇറങ്ങി പോവുകയില്ല, ഈ സ്ഥലം നാം വിടുകയില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞു അൽ ഗനീമ അൽ ഗനീമ, ദുനിയാവാണ്. ചിന്തിക്കണം, സംഭവിച്ചു പോയ കാര്യമാണ്. എന്താണ് സംഭവിച്ചത്? തഗറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിനൊക്കെ ശത്രുക്കൾക്ക് കിട്ടുന്ന ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ലൂപ്പ് ഹോളാണ് ഈ സഗറ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സഗറ തുറക്കപ്പെട്ടു. അന്നത്തെ കാലത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവരുടെ വശത്തായിരുന്നു. അദ്ദേഹം അതിലൂടെ കയറി. അങ്ങനെ യുദ്ധം നേരെ മറിഞ്ഞു തിരിഞ്ഞു, മുസ്ലിമീങ്ങൾക്കെതിരെ മറിഞ്ഞു തിരിഞ്ഞു. ചെറിയ ഒരു സമയത്തിനകം, ആ ഒരു സമയത്തിനുള്ളിൽ ശ്രേഷ്ഠനായ എത്രയോ സഹാബിമാർ, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമയുടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുല്ലാഹ് ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അല്ലദി കല്ലമഹു അല്ലാഹു കിഫാഹൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറവില്ലാതെ സംസാരിച്ചിട്ടുള്ള ആ വ്യക്തി റളിയല്ലാഹു അൻഹു, ശ്രേഷ്ഠനായ സഹാബി, മരണപ്പെടുകയുണ്ടായി. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായിരുന്ന സയ്യിദു ശുഹദാ എന്നറിയപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അസദുല്ലാഹ് അറിയപ്പെട്ടിട്ടുള്ള അദ്ദേഹം മരണപ്പെടുകയുണ്ടായി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ, ശ്രേഷ്ഠനായ സഹാബി, സാഹിബുൽ ഖുർആൻ, മരണപ്പെടുകയുണ്ടായി. അങ്ങനെ 70ഓളം സഹാബിമാർ മരണപ്പെടുകയുണ്ടായി. ഫുലാൻ ഫുലാൻ റളിയല്ലാഹു അൻഹു. എന്താണ് കാരണം? ഒറ്റയൊരു മാസിയത്ത്. അതുകൊണ്ട് ഇഖ്വാനി ഫില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും, തിന്മകളുടെ എളുപ്പം നാം തിരിച്ചറിയുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു തിന്മ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു തിന്മ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചേക്കാം. അത് ആ ഉപ്പയിൽ നിന്നാകട്ടെ, ഉമ്മയിൽ നിന്നാകട്ടെ, ആ കുട്ടിയിൽ നിന്നാകട്ടെ, ആരിൽ നിന്നുമാകട്ടെ, അവർ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. തിന്മകളുടെ വിഷയം അത്രയും ഗൗരവമേറിയതാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, തീർച്ചയായിട്ടും മസൂലുമാരായിട്ടുള്ള, റായികളായിട്ടുള്ള ഈ പുരുഷന്മാരിലേക്കാണ് അത് മടങ്ങുന്നത് എന്ന് നാം പറയുകയുണ്ടായി. എന്ന് കരുതി അവർ ധരിച്ചു വെക്കേണ്ട, ഒരിക്കലും തങ്ങളുടെ സ്വന്തത്തിൽ നിന്നുള്ള പോരായ്മകൾക്ക് തങ്ങൾ ഉത്തരം പറയേണ്ടി വരികയില്ല എന്ന്. അപ്പോൾ എന്താണ് നമ്മുടെ സ്ത്രീകളിൽ ഓരോരുത്തരുടെയും അവസ്ഥ എന്ന് അവർ ചിന്തിക്കട്ടെ. ഇതവർ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് വീട്ടിൽ പോയിരുന്ന് കേട്ടിട്ട് അവർ ആലോചിച്ചിട്ട് ചിന്തിക്കട്ടെ, നാം സ്വന്തത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭർത്താക്കന്മാരുടെ ആവശ്യമാണോ നമ്മെ നന്നാക്കൽ? അഹിമാരുടെ കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ 100 നാവാണ്. അപ്പൊ അവർക്ക് എന്ത് പറ്റും? അതായത് ഒരുപാട് നാം സംസാരിക്കും, ഒരുപാട് സന്തോഷിക്കും, നമുക്ക് തരാൻ സമയമില്ലേ എന്ന നിലക്ക് അവർ ചിന്തിച്ചേക്കാം. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? അഹിമാരുമായുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കട്ടെ അവർ. എന്താണ് ഈ അഹിമാർ? എന്താണ് ആ ഉഖുവ ഫില്ലാഹി അസ്സ വജൽ? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒന്നാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധം പണിയൂ ഞങ്ങളുമായി. തീർച്ചയായും നിങ്ങളുമായി നമുക്ക് അതിലധികം ബന്ധമുണ്ടാവും. കാരണം നിങ്ങളാണ് കൂടുതൽ അർഹിക്കുന്നത്. പക്ഷെ എവിടെ നിങ്ങളുടെ അടുക്കൽ നിന്നുള്ള ആ മുന്നിടൽ, ആ കടന്നുവരൽ എവിടെ? എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ 5 നേരം നിസ്കരിക്കുന്നില്ലേ, പിന്നെന്താണ്, ഞാൻ നോമ്പ് നോക്കുന്നില്ലേ, ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും നിന്ന് തടയുന്നുണ്ടോ? ഈ ആറ്റിറ്റ്യൂഡൊന്നും എവിടെയും എത്തിക്കുകയില്ല. എല്ലാത്തിനും ഭർത്താക്കന്മാർ ഉത്തരം പറയുകയില്ല. അവർ ശ്രമിച്ച ശേഷവും നിങ്ങൾ ആ മാർഗത്തിൽ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും നഷ്ടപ്പെടും, അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും നഷ്ടപ്പെടും എന്നുള്ളതാണ്.
ചുരുക്കി പറഞ്ഞാൽ നമുക്കൊന്നായി നഷ്ടപ്പെടും എന്നുള്ളതാണ്. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا. ഓക്കെ, രണ്ട് ഉദാഹരണങ്ങളാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കുഫാറുകൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് അല്ലേ. രണ്ട് ഉദാഹരണങ്ങൾ, രണ്ട് ഭാര്യമാർ. ആരുടെ എല്ലാമാണ്? നൂഹ് അലൈഹിസ്സലാം സ്വാലിഹായിട്ടുള്ള നബിയാണ്, ലൂത്ത് അലൈഹിസ്സലാം സ്വാലിഹായിട്ടുള്ള നബിയാണ്. അങ്ങനെ സ്വാലിഹായിട്ടുള്ള രണ്ടടിമകളുടെ ഭാര്യമാരായിരുന്ന ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവർ തിരിഞ്ഞു കളഞ്ഞു, അവർ അവരെ വഞ്ചിക്കുകയുണ്ടായി. ഈ വഞ്ചനയുടെ കാര്യം തന്നെ നമ്മൾ അവിടെ പറയുകയുണ്ടായി. ലം തഖുൻ ഉൻസ സൗജഹാ അദ്ദഹർ, അവിടെയും വഞ്ചന നടന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വന്തത്തോടും നമ്മളോടും ഒരു വഞ്ചന നടക്കുന്നുണ്ട്. അതും ഒരു കാരണമാണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക്. അപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ നാം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ സ്ത്രീകളെ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? എന്നിട്ട് എന്താ പറഞ്ഞത്? അവർക്കൊരിക്കലും ഈ രണ്ടുപേർ, സ്വാലിഹായ ഈ രണ്ടുപേർ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു ഗുണവും ചെയ്തില്ല. അപ്പോ അവർ വരുത്തിവെച്ച അവരുടെ പാവങ്ങൾ അത് അവർക്ക് തന്നെ ചുമക്കേണ്ടി വന്നു എന്നുള്ളതാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരുവൻ മറ്റൊരുവന്റെ ഭാരം ചുമക്കുകയില്ല. തീർച്ചയായിട്ടും അവൻ ഒരു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞ പോലെയാണ് അതിന്റെ വിഷയം. ലാ ശക്ക ഫീ ദാലിക്, അവനിലോട്ട് മടങ്ങുന്നതാണ്. പക്ഷെ ഈ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നുള്ളത് പുരുഷന്മാർ എന്നുള്ളത് പോലെ തന്നെ സ്ത്രീകളോട് കൂടിയുള്ള ഒരു ഖിതാബാണ് എന്ന് നമ്മൾ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖിതാബുകൾ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, കലാമുള്ള, അതുപോലെ ഹദീസ് റസൂലില്ല, ഇതെല്ലാം തന്നെ അസ്ൽ എന്തെന്ന് വെച്ചാൽ പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരുപോലെയുള്ളത് എന്നാണ്. നമുക്ക് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ അവർക്കും സുന്നത്താണ്, അതിനു മുമ്പ് നമുക്ക് വാജിബായിട്ടുള്ള കാര്യങ്ങൾ അവർക്കും വാജിബാണ്, നമുക്ക് ഹറാമായിട്ടുള്ളത് അവർക്കും ഹറാമാണ്, മക്രൂഹാണ് എന്ന് തുടങ്ങിയ അൽ അഹ്കാമുൽ തക്ലീഫിയ അൽ ഖംസ എന്ന് പറയുന്ന എല്ലാത്തിനും അത് ഒരുപോലെയാണ്. ഏതല്ലാതെ ഇല്ലാ മസ്തുസ്നിയ മിൻഹ, അവയിൽ നിന്ന് എക്സെപ്ഷൻ ആയിക്കൊണ്ട്, ഒഴിവുകേടായിക്കൊണ്ട് പറയപ്പെട്ടുള്ള കാര്യങ്ങളല്ല, പ്രത്യേകമായിക്കൊണ്ട് സാരിഫ് വന്നിട്ടുള്ള, തിരിച്ചു കളയുന്ന ഒന്ന്, അതിൽ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എന്താണ് സ്ത്രീകളെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? ഇവിടെ വന്നിട്ട് ഒരു മാസമായി. അതിനു മുമ്പ് അഖുന അബൂസൈർ കുറച്ചധികം നാളുണ്ടായി ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട്. ശേഷം അതിന് ഇടയിൽ അബൂസൈദ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾക്കായിട്ട് ചിലത് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല? എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിരിക്കുകയാണ്, അതിൽ നിന്നൊരു മാറ്റവും ഇല്ല. ആരും സന്തോഷിക്കേണ്ട, സ്ത്രീകളും വിചാരിക്കേണ്ട ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നാരും ചിന്തിക്കണം. അപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന സ്ത്രീ അത് തന്നെയായിരിക്കും ചിന്തിക്കുന്ന ഒരു പക്ഷം. കാരണം ഈ അവസ്ഥ എന്ന് പറയുന്നത് കൂടുതലും പേരുടെ അവസ്ഥയാണ്. ഏത് പറഞ്ഞതുപോലെ ബൽ അക്സറുഹും ലാ യഅലമൂൻ എന്ന് പറഞ്ഞതുപോലെ വല്ലാഹു മുസ്തആൻ, കൂടുതൽ ആളുകളും ഗഫലത്തിലാണ്. സ്വല്ലല്ലാഹു യുസ്ലിഹന വയ്യാഹുന്ന. അപ്പോൾ ബാറക്കല്ലാഹു ഫീക്കും, നമ്മൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം എന്നുള്ളത്, നമുക്ക് ആ പറഞ്ഞ ഖവ്വാമ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, അള്ളാഹു നമ്മളെ അതിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് വരാൻ നിങ്ങളുടെ ആവശ്യകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലയോ സ്ത്രീകളെ? കാരണം നിങ്ങൾ പറയുന്നു കുട്ടികളുണ്ട്, പിന്നെ വീട്ടിൽ ഭക്ഷണം വെക്കണം, മറ്റത് മറിച്ചത്, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാം എല്ലാ സ്ത്രീകളും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കുറച്ചുപേര് മാത്രമാണ് ഈ ഭൂമിക്ക് മേൽ ജീവിക്കുന്നതെന്ന്. സ്ത്രീകളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കുക, ഏതെല്ലാം നാം ഇനിയും അറിയുവാനിരിക്കുന്നു എന്നുള്ളത്. സലഫുകളിൽ പെട്ടിട്ടുള്ള സ്ത്രീകളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഈ അടുത്ത് കടന്നുപോയ ഷേഖ് ഹുസൈമീനെ പോലുള്ളവരുടെ ഭാര്യമാർ എഴുതിയിട്ടുള്ള എഴുത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. എന്തിന് ഇന്ന് നാം നമ്മുടെ അവിടെ യമനിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ സൗദിയിലായിക്കോട്ടെ മറ്റിടങ്ങളിലായിക്കോട്ടെ രചിച്ചു വരുന്ന രചനകൾ അഥവാ അവരുടെ ഇശ്തിഹാദുകൾ, മസ്ജിദിൽ പോയി, എനിക്കറിയാം എന്റെ ചില സഹോദരങ്ങളുടെ കഥ ഞാൻ പറയാം. രാവിലെ വീട്ടിൽ ചോറ് വെക്കും, ഫജ്ർ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിക്കൊണ്ട് വീട്ടിൽ ചോറ് വെക്കും. ചോറും ഒരു കൂട്ടം കറിയും, പിന്നെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ കുറച്ച് അച്ചാറും. എപ്പോഴത്തേക്ക് വേണ്ടിയാണ്? ഉച്ചക്കും രാത്രിത്തേക്കും കണക്കാക്കിക്കൊണ്ട്. കാരണം ഉദ്ദേശം എന്താണ്? എന്താണ്? അൽ ആഖിറ. അവരുടെ ഉദ്ദേശം, അവരുടെ വേവലാതി അത് ആഖിറത്താണ്. രാവിലെ ചോറല്ലേ കഴിച്ചത്, അല്ലെങ്കിൽ രാവിലെ ചോറ് കഴിക്കുന്നുവോ? ഉച്ചയ്ക്ക് കഴിക്കാം, ഇപ്പൊ വേറെ എന്തെങ്കിലും എടുക്കും. രാത്രി ചോറ് കഴിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ചിലരൊന്നും ഒരു നേരം കഴിക്കുകയില്ല. കാരണം കൂടുതൽ അവർക്ക് ആവശ്യകരമായിട്ടുള്ള കൂത്തുണ്ട്. എന്താണ്? ധാന്യമുണ്ട്, അഥവാ കൂടുതൽ ആവശ്യകരമായിട്ടുള്ള ഭക്ഷണമുണ്ട്. എന്താണ്? എൽമ്. കൽബുകൾക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഇൽമുണ്ട്, അറിവുണ്ട്. അത് നേടുവാനായിട്ട് ഇതിങ്ങനെ തിന്നോണ്ടും കുടിച്ചോണ്ടിരുന്ന പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ 3 നേരത്തേക്കായി ഭക്ഷണം, ഇത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് പ്രാവർത്തികമാക്കുന്ന ഒരുവനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മറിച്ച് ആദ്യം തന്നെ ഈ നസീഹത്ത് ലിനഫ്സി തുമ്മ വയ്യാക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കും. അപ്പോ ഇങ്ങനെ കഴിയുന്നവരുണ്ട്. എന്നിട്ട് അവർ മർക്കസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഈ മർക്കസിൽ ഉച്ചവരെ ഇരിക്കും. രാവിലെ പോയ സ്ത്രീയാണ്. ഇവിടുത്തെ ഈ എയർ കണ്ടീഷനൊന്നും അവിടെ ഇല്ല. അല്പം കാറ്റ് വരുന്ന ഒരു ഫാനുണ്ട്. അത് ഈ ആളുകൾ കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ചൂട് വർദ്ധിക്കും. എന്താ അവർ ഇട്ടിട്ടുള്ളത്? വസ്ത്രം
കറുത്ത വസ്ത്രങ്ങളാണ്, മൂടിപ്പൊതിഞ്ഞിരിക്കുകയല്ലേ. ചിലപ്പോൾ അവിടെ അതിനുള്ളിൽ എന്താണ് മുഖം തുറക്കാം അവർക്ക്, അല്ലേ? അപ്പൊ ഇങ്ങനെ ആയിരിക്കെ ഇതെല്ലാം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഇവർക്ക് 1, 2, 3 അല്ല, ചിലപ്പോൾ 10, 9, 8, 7 കുട്ടികൾ ഉള്ളവരെയും നമ്മൾ കാണുന്നുണ്ട്. ദീനിന്റെ വിഷയങ്ങളിൽ നമുക്ക് മേൽ ഉയർന്നവരെ, കൂടുതൽ അമലുകൾ ചെയ്യുന്നവരെ കണ്ടു പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വന്തത്തെ കൊണ്ട് തൃപ്തിപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. അത്രേ പറയാനുള്ളൂ. എത്ര ഭർത്താക്കന്മാരുണ്ട് ഉലമാക്കളോട് ചോദ്യങ്ങളുമായി വരുന്നത്, ഇങ്ങനെയാണ് എന്റെ വീട്ടിലെ അവസ്ഥ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് സഹോദര, നിങ്ങളൊന്ന് ചോദിക്കും, ഒന്ന് പറഞ്ഞു തരും. വിഷമമുണ്ട് ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒരു കുടുംബത്തിന്റെ ഏറ്റവും ഉത്തമമായ ജീവിത രീതി തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ, ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കുടുംബമായി തീരുവാൻ ആവശ്യമായിട്ടുള്ളത് ഈ ദീനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ, ഒരു പങ്കാളിയെ, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ ദീനിന് ഏറ്റവും പ്രാധാന്യം നൽകുവാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ദീനിന് ഏറ്റവും മുൻഗണന നൽകുവാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം സൗന്ദര്യം ഇല്ലെങ്കിലും ശരി, ആ ദീനുണ്ടെങ്കിൽ അതിൽ ബറക്കത്ത് കയറി വരുമെന്നുള്ളത്, അത് നമ്മളെ ആഖിറത്തിലേക്ക് സഹായിക്കുമെന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ആയിരിക്കെ എങ്ങനെയാണ് സ്ത്രീകളെ നിങ്ങൾക്ക് ഇത് വെറുതെ ഒരു റിജാലിന്റെ അഫെയർ, റിജാലിന്റെ കാര്യങ്ങളായി നിങ്ങൾക്ക് ഇതിനെ പരിഗണിക്കാൻ സാധിക്കുന്നത്? ഈ തൊലബുൽ ഇൽമും ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ കൂടുമ്പോൾ, പരസ്പരം കൂടുമ്പോൾ എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ദിക്ർ ചെയ്യുന്നു, സ്മരിക്കുന്നു എന്നുള്ളത് ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ചുകൊള്ളുക. അബൂദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രകാരം ഒരു മജ്ലിസിൽ നിന്ന് ഒരു കൂട്ടർ എഴുന്നേൽക്കുകയില്ല അള്ളാഹുവിനെ സ്മരിക്കാതെ. അതായത് അള്ളാഹുവിനെ സ്മരിക്കാതെ ഒരു കൂട്ടർ ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എങ്ങനെയല്ലാതെ? അവർ എഴുന്നേറ്റിട്ടുള്ളത് മരിച്ചു കിടക്കുന്ന കഴുതയുടെ ശവശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ. വകാനത് ലഹും ഹസ്ര, അവർക്കത് ഖേദമായി തീരുന്നതാണ്, നഷ്ടമായി തീരുന്നതാണ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള താക്കീതുകൾ, ഇങ്ങനെയുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ എവിടെ പോയി? ഇല്ല, നമ്മുടെ ഇടയിൽ പൊതുവെ അങ്ങനെ നസീഹത്ത് ചെയ്യുന്ന ഒരു, നിങ്ങൾ എന്താ പറയുന്നത്? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയാണോ? ഞങ്ങളെപ്പോലെ അല്ല. ഞങ്ങളെപ്പോലെ ആണെങ്കിൽ അത് വേറെ രീതിയിൽ നാം പറയുമായിരുന്നു. അതല്ല, നിങ്ങളെപ്പോലെ ആവുക. നിങ്ങൾ സ്ത്രീകളാകേണ്ട പോലെ നിങ്ങൾ ആവുക, അല്ലാതെ വേറെ എന്തെങ്കിലും ആയിപ്പോവല്ലേ. സ്ത്രീകൾക്ക് നസീഹത്തില്ലേ? സ്ത്രീകൾക്ക് സുന്നത്തുകളില്ലേ? സ്ത്രീകൾക്ക് തൊലബുൽ ഇൽമില്ലേ? സ്ത്രീകൾക്ക് തർബിയത്തില്ലേ? തസ്മിയയില്ലേ? മൻഹജില്ലേ? എന്താണ് സ്ത്രീകളുടെ മൻഹജ്? നമ്മുടെ പലരുടെയും സ്ത്രീകളുടെ അവസ്ഥ എന്താണ് മൻഹജിന്റെ കാര്യം ചോദിച്ചാൽ ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. എന്ത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല? എന്തുകൊണ്ട് അറിയാൻ പാടില്ല? നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ട് ഇത് പഠിക്കുവാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സലഫിന്റെ മാർഗം എന്താണ് എന്നുള്ളത് അറിയുവാൻ നിങ്ങളുടെ ഓരോരുത്തരും മേൽ ബാധ്യതയാക്കപ്പെട്ടിട്ടില്ലയോ എന്നുള്ളതാണ് ചോദ്യം. കുഫാറുകളിൽ അധികം പേർക്കും ഹിദായത്ത് എത്തുന്നില്ലെങ്കിൽ അതിന് കാരണമാരാണ്? അവരുടെ തിരിഞ്ഞുകളയലാണ്. ആ തിരിഞ്ഞുകളയൽ മുസ്ലിമീങ്ങൾക്കിടയിൽ എത്രമാത്രം നടക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ വന്ന് ഭവിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഹിദായത്തിൽ നിന്ന് തടയപ്പെടുന്നതാണ്. ഭർത്താവിന് ഹിദായത്തു അദ്ദിലാല വൽ ഇർഷാദേ സാധിക്കൂ. ഒരു കാര്യം കാട്ടിക്കൊടുക്കുവാനേ സാധിക്കൂ, നയിക്കുവാനേ സാധിക്കൂ, പറയുവാനേ സാധിക്കൂ. കൂടിപ്പോയാൽ ഒന്ന് അധികം നോവാത്ത വണ്ണം, ശരീരാവാത്ത വണ്ണം അടിക്കുവാനേ സാധിക്കൂ. അതിലും കഴിഞ്ഞാൽ തൊലാഖ് ചെയ്യുവാനേ സാധിക്കൂ. നിങ്ങൾ നന്നാക്കുവാൻ സാധിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖാണ്. പക്ഷെ ആ തൗഫീഖിനുള്ള വലിയ സബബാണ് തിരിഞ്ഞു കളയാതിരിക്കുക, സത്യം അന്വേഷിച്ച് മുന്നോട്ട് വരിക എന്നുള്ളത്. എത്ര പേരുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഒരിക്കലും കരുതരുത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കൂടുതലൊന്നും ആവശ്യമില്ല. തികച്ചും ഇതാണ് ഒരു ജാഹിലിന്റെ ഏറ്റവും വലിയ അടയാളം. ഒരാൾ താൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോ കുറെയൊക്കെ മനസ്സിലായി എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇപ്പൊ പറയും നമ്മളാരും പറയില്ലല്ലോ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന്. അതാരും അങ്ങനെ പറയില്ല. ബുദ്ധിയുള്ളവർ അത് പറയില്ല. തമാം. പക്ഷെ നമ്മളുടെ പ്രവർത്തികൾ തെളിയിക്കുന്നത് ഏതാണ്ട് അതുപോലെ നിങ്ങൾ തികഞ്ഞവരാണ്, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ചെയ്യുന്നില്ലേ, ഈ വാദങ്ങൾ പിന്നെ എവിടോട്ടാ മടങ്ങുന്നത്? ഒരു വ്യാഴാഴ്ച പ്രോമിസ് ചെയ്തിട്ട് നമ്മൾ പുറത്തു കൊണ്ടുപോയില്ലെങ്കിൽ എന്തൊക്കെ ബഹളമാണ്, എന്തൊക്കെ മുഖം വീർപ്പിക്കലും കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ് സംഭവിക്കുന്നത്. നേരെ തിരിച്ച് ഒരു ദിവസം നമുക്ക് ഖുർആൻ ഓതാൻ മിസ്സായി, അതെന്താ മോളെ പറ്റിപ്പോയത്? 100 കാര്യങ്ങളില്ലേ. അപ്പൊ എവിടെയാണ് നമ്മുടെ കൺസേൺ ചെന്ന് വീഴേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഓരോരുത്തർക്കും വേണം. നമുക്കെന്നതുപോലെ നമ്മുടെ ഭാര്യമാർക്ക് വേണം. നമ്മുടെ കുട്ടികൾ ഓരോ നിമിഷങ്ങളിലും നമ്മിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പരസ്പരം പറയുന്നത് അവർ നാളെ നമ്മോട് പറയുന്ന അവസ്ഥ വരും, മറ്റുള്ളവരോട് പറയുന്ന അവസ്ഥ വരും. നാം അവരുടെ മേൽ മസൂലാണെങ്കിൽ അതുപോലെ അവർ അവരുടെ കുട്ടികളുടെ മേൽ മസൂലാണ്, ചോദിക്കപ്പെടുന്നത് തന്നെയാണ്. സ്കൂൾ വിദ്യാഭ്യാസവും ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഒന്നും നൽകിയില്ലെങ്കിൽ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. മറിച്ച് ദീൻ, അള്ളാഹുവിനെ ആരാധിച്ചോ ഈ ഭൂമിയിൽ, അവന്റെ തൃപ്തിയിൽ നിലകൊണ്ടുവോ, അതിന്മേൽ മരണപ്പെട്ടുവോ? ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, തീർച്ചയായും അമലുകൾ അവസാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നസ്അലുല്ലാഹ ലനാ വലഹുന്ന
حسن الخاتمة ولعلنا نختم بهذا الأمر وسامحنا على الإطالة. هذا وسبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ആ ഖുർആനിനെ കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചും അതുമായി നമുക്ക് ഓരോരുത്തർക്കും